ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് അയർക്കുന്നത്താണ്, കോട്ടയം ജില്ലയിൽ അയർക്കുന്നം. ഇവിടെ ഒരു ദൈവദാസനെ കാണാനായിട്ട് വന്നതാണ്. പാസ്റ്ററുടെ പേര് പാസ്റ്റർ PK ജോൺസൺ. ഏതാണ്ട് 57 വർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഈ അയർക്കുന്നം പഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ പെന്തക്കോസ്ത് വിശ്വാസിയാണ്. പുരാതനമായ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും താൻ ഏകനായി കർത്താവിൻ്റെ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നയാളാണ്. തൻ്റെ സഹോദരന്മാർ കത്തോലിക്ക വൈദികന്മാരാണ്. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും ഈ പഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ പെന്തക്കോസ്റ്റൽ വിശ്വാസിയായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 35-ലധികം സഭകൾ ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കാരണക്കാരനായി മാറിയത് ഈ പാസ്റ്ററുടെ പ്രവർത്തനങ്ങളും വിശ്വാസവും സേവനവും ഒക്കെയാണ്. ഇന്ന് ഈ പാസ്റ്ററെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏത് സഭയായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് പാസ്റ്റർ PK ജോൺസൺ. പറപ്പള്ളിൽ അയർക്കുന്നം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അയർക്കുന്നം പഞ്ചായത്തിലാണ് ജനിച്ചത്. എൻ്റെ വീട്ടിലാണ് ഞാൻ പാർക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഇപ്പോഴെൻ്റെ കൂടെയുള്ളൂ. 3 മക്കളായിരുന്നു. 2 പേരിപ്പോഴുണ്ട്. ഒരാൾ മരിച്ചുപോയി. ഒരാൾ UPയിൽ ക്രിസ്ത്യൻ മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒരാൾ നേഴ്സായിട്ട് സേവനം ചെയ്തു. ഇതാണ് കുടുംബചരിത്രം. പാസ്റ്റർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ചർച്ച് ഓഫ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചർച്ചാണ്. അത് വീടുള്ളതായ 192 രാജ്യങ്ങളിലുള്ള സഭയാണ്. ആ സഭയുടെ മുളക്കുഴ ഹെഡ് ഓഫീസാണ്. ഞാൻ ആ സഭയിലെ ഓടെ മിനിസ്റ്ററാണ്. അപ്പോൾ തന്നെ ലോക്കൽ സഭ കോട്ടയം ഹെബ്രോൻ സഭയാണ്. 350 പേര് കൂടുന്ന ഒരു ലോക്കൽ ചർച്ചാണ്. പാസ്റ്റർ, ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസം സ്വീകരിച്ചത്? ഞാൻ കടന്നു വന്നത് കത്തോലിക്ക വിഭാഗത്തിൽ നിന്നാണ്. കത്തോലിക്ക സഭയിലെ കൃത്യമായിട്ടുള്ള കുർബാനകൾക്ക് കൂടുകയും അതിലേക്ക് അപ്പ്യാരായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, കുർബാനയ്ക്ക് ബിഷപ്പന്മാർക്കും വൈദികർക്കുമൊക്കെ ശുശ്രൂഷയെ സഹകരിക്കുകയും ഭക്തനായി വളരെ ഭക്തിയോടുകൂടെ ജീവിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ്. പാസ്റ്റർ, ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തക്കോസ്റ്റൽ വിശ്വാസം സ്വീകരിക്കാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് ഒന്ന് പറയാമോ, വിവരിച്ച് പറയാമോ? അത് വളരെ വിശദമായിട്ട് പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. ഞാൻ കത്തോലിക്ക സഭയെന്നൊക്കെ പുറത്ത് രക്ഷയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. എന്നാൽ ഞാനൊരു എസ്റ്റേറ്റിൽ സൂപ്രണ്ടായിട്ട് സേവനം ചെയ്യുമ്പോൾ എൻ്റെ റൈറ്ററായിട്ട് ജോലി ചെയ്ത, ഞാൻ സൂപ്രണ്ടായിട്ടും റൈറ്ററായിട്ട് ജോലി ചെയ്ത ആളൊരു മർത്തോമാക്കാരനായിരുന്നു. മർത്തോമ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉപദേശിയായിരുന്നു. ആ ഉപദേശിയുടെ നിർബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഒരു കുർബാനയ്ക്ക് പോയി. കത്തോലിക്ക സഭ വിട്ട് ഒരു പള്ളിയിൽ പോകാത്ത ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സ്നേഹവും നിർബന്ധമായി പോയി. അവിടെ ചെന്നപ്പോൾ കത്തോലിക്ക കുർബാനയും കത്തോലിക്ക കുമ്പസാരവും കത്തോലിക്ക രീതിയും വ്യത്യസ്തമാണ്. അതെന്നെ വളരെ ആകർഷിക്കുകയായി. അദ്ദേഹം അവിടെ പറഞ്ഞ വാക്ക്, എനിക്ക് ബൈബിളൊന്നും അറിയത്തില്ല. അന്ന് കത്തോലിക്കർ ബൈബിൾ വായിക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടമാണ്. ജോൺ 23 കാലഘട്ടം മുതലാണ് വിശ്വാസികൾ ബൈബിൾ വായിക്കാൻ അനുവാദം കിട്ടിയത്. ഞങ്ങൾക്കൊന്നും ബൈബിൾ വായിക്കാൻ അനുവദിക്കില്ല, അറിയത്തുമില്ലായിരുന്നു. അന്ന് അവിടെ വായിച്ചത് ഗലാത്യലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് ഇവ പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇതിലാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു വന്നിട്ട് കുർബാന കൈക്കൊള്ളാമെന്ന് പറഞ്ഞു. അതെന്നെ വളരെ ചിന്തനീയമാക്കി തീർക്കുവാനായി സാധിച്ചു. അതേ തുടർന്ന് സുവിശേഷം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടായെങ്കിലും പിന്നീട് ഈ സഭ മാറുന്നതോ കത്തോലിക്ക സഭയാണ് ദൈവത്തിൻ്റെ മണവാട്ടി സഭയെന്ന് വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് മറ്റുള്ള സഭകളെല്ലാം, യാക്കോബായ കത്തോലിക്ക സഭ ഒഴികെ ബാക്കി എല്ലാ സഭകളും പാഷാണ്ഡ സഭകൾ, വിരുദ്ധ ഉപദേശ സഭകളെന്ന് വിശ്വാസമുള്ളതുകൊണ്ട് എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. മണ്ണുവരി കൊലക്കേസ് എന്ന് പറയുന്ന ഒരു കൊലക്കേസ് നടക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ഡ്രൈവറുമായിട്ട് ജീപ്പിൽ പോകുമ്പോൾ ഒരു പരസ്യവും കേൾക്കുവാൻ സാധിച്ചു. ആ പരസ്യയോഗം എന്നെ വളരെ ആകർഷിച്ചു.
അപ്പോൾ എനിക്കൊരു താല്പര്യമുണ്ടായി. ആ താല്പര്യം ഒരു ബൈബിൾ വായിക്കണമെന്ന്. ബൈബിൾ എവിടെ കിട്ടും, ബൈബിൾ എങ്ങനെ കിട്ടുമെന്നും എവിടെ വായിക്കാൻ കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നെപ്പോലെ സൂപ്പണ്ടായ ഒരു യാക്കോബായ വിശ്വാസിയായ സഹോദരനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഇപ്പോൾ ഈ പെന്തിക്കോസ്തുകാരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, അവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്, അവിടെ പഴയ ബൈബിൾ അവിടെ അന്ന് 2 രൂപ കൊടുത്ത ബൈബിൾ കിട്ടും. ആ ബൈബിള് അവൾ കൊണ്ടുവന്ന് അണങ്കേടായിട്ട് ഞാൻ നല്ലൊരു ബൈബിൾ മേടിച്ച് അവൾക്ക് കൊടുത്തു. പഴയ ബൈബിൾ ഇരിപ്പുണ്ട്, അതിന് ആരംഭവും അവസാനവും എനിക്ക് ആരംഭവും അറിയത്തില്ല, അവസാനവും അറിയത്തില്ല. ആ ബൈബിൾ എനിക്ക് തന്നു. ആ ബൈബിൾ വായിക്കുമ്പോൾ സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. അതിനെ കൂടുതൽ ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മദ്യപാനത്തിന് മാറ്റമില്ല, ചീട്ടുകളിക്ക് മാറ്റമില്ല, സിനിമയ്ക്ക് മാറ്റമില്ല, വീഡിയോയിലേക്ക് മാറ്റമില്ല, അങ്ങനെയുള്ള ദുർസ്വഭാവം, വ്യഭിചാരം പിടിച്ചു പോരി അങ്ങനെയൊന്നും സ്വഭാവമൊന്നുമില്ലെങ്കിലും വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതിന് ഒട്ടും മടിയില്ലാത്ത ആളായിരുന്നു. എൻ്റെ കുശിനിക്കാരൻ തന്നെ ഞാൻ ഒരു കറി വെച്ച് ഉക്കാഞ്ഞിട്ട് എൻ്റെ കനക്കുറ്റിക്ക് അടിച്ചു, അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനായിരുന്നു. എങ്കിലും ഈ ബൈബിള് വായിക്കുമ്പോൾ അതിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 10 വർഷം ആ ബൈബിള് ഞാനിങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഒരു വാക്കൂടെ പറയുകയാണെങ്കിൽ മർത്തോമക്കാരായ ചെറുപ്പക്കാരായ സഹോദരന്മാരെ ഒരു 7 പേര് ഓണവാര വേലയ്ക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്ന എസ്റ്റേറ്റ് റാന്നി വാകത്താനം എന്ന് പറയും, ആ ഭാഗത്ത് ഇടമൺ വാകത്താനം എന്ന് പറയും, ഒരു ജഡ്ജിയുടെ എസ്റ്റേറ്റ് ആയിരുന്നു. ആ എസ്റ്റേറ്റിൽ കാര്യം ഈ സുവിശേഷ വേലയ്ക്കായി വന്നു. എൻ്റെ ഒരു റൂം താമസിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ താമസിക്കുന്ന ഒരു വലിയ ബംഗ്ലാവാണ്, 10-11 മുറിയുള്ള ബംഗ്ലാവാണ്. ഞാനൊരു മുറി അവർക്ക് കൊടുത്തു. 7 ദിവസം അവരോട് താമസിച്ചു. അവർ പാടുകയും പ്രാർത്ഥിക്കുകയും കൈയടിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ മുട്ടമ്പിന് 1.5 മണിക്കൂർ ഉണ്ട്. അന്ന് വിശുദ്ധന്മാരുള്ള പ്രാർത്ഥന ലുത്തിനിയ എന്ന് പറയും. ഇപ്പോൾ ലുത്തിനിയാക്ക് വേണ്ട എന്ന ആശയത്തിലേക്ക് വന്നിട്ടുണ്ട് കത്തോലിക്ക സഭ. എന്നാൽ അത് ചൊല്ലി കഴിയുമ്പോൾ 1.5 മണിക്കൂറാകും. അത് കണ്ട് ആ സ്നേഹിതന്മാർ പോകുന്ന അന്ന് ഞാൻ അവർക്ക് ടീ പാർട്ടി കൊടുത്തപ്പം ടീ പാർട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം, സാറേ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിനി ജോലിക്കാരെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് വൈകിട്ടല്ലേ കാര്യമുള്ളൂ, എത്ര വേണേലും തരാമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങി. അവരാദ്യം പറഞ്ഞത്, സാറിൻ്റെ പ്രാർത്ഥനയും പള്ളിപ്പോക്കും ഭക്തിയും വളരെ നല്ലതാണ്, പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതെനിക്ക് വളരെ പ്രയാസമായി തോന്നി. ഞാനിവിടെ താമസിപ്പിച്ചു, ഇവർക്ക് കാപ്പിയെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടിയില്ല, എതിർത്തില്ല. അവസാനം അവർ കാത്ത് ഏകനായ എന്നൊരു പാട്ട് പാടിയിട്ട് ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷ ദൂത് ഈ പ്രിയപ്പെട്ടവനെ രക്ഷയിലേക്ക് നടത്തണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനെ അന്വേഷിക്കുവാൻ ഉള്ളൊരാഗ്രഹം ഉണ്ടായി. അതാണ് വരാൻ ഒരു മുഖാന്തരം. തുടർന്ന് പറയുകയാണെങ്കിൽ 2-3 മണിക്കൂർ പറഞ്ഞതിലൊക്കത്തുള്ളൂ. ഞാൻ ആരോമ ടി വിയിലും പിന്നെ ആസ്വാദി ടി വിയിലും ആർവറ്റ് ടി വിയിലും പൗർമി ടി വിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ള ആളുകൾ കാണും. എന്നാൽ അവരെ സംസാരിച്ചതിന് ശേഷം എനിക്ക് കർത്താവിനെ അന്വേഷിക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ എന്ത് ചെയ്യണം, എവിടെ പോകണം, ആരും ചോദിക്കൊന്നും അറിയത്തില്ല. ബൈബിള് കയ്യിലുണ്ട്, ഈ പഴയ ബൈബിൾ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു വലിയ പൈശാചിക ശക്തി എന്നെ അറ്റാക്ക് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തനിച്ച് ആ ബംഗ്ലാവിൽ താമസിക്കുമ്പോൾ ആ ബംഗ്ലാവ് മുഴുവൻ പിടിച്ചു കുലുക്കുന്നത് പോലെ ഒരു വലിയ ശക്തി ആ ബംഗ്ലാവ് വ്യാപരിച്ചു. ഞാൻ ബോധം കെട്ടി വീഴുന്ന പോലെ തോന്നി. ഞാൻ ഓടി രക്ഷപ്പെട്ടു അടുത്തൊരു വീട്ടിൽ കയറി. അതുമുതൽ എനിക്ക് ഇനി ആ ജോലി വേണമെന്ന് വിചാരിച്ചു. ഞാൻ ആരിസൺ കമ്പനി എന്ന് പറയുന്ന ഇപ്പോൾ KP യോഗനാൻ്റെ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വിമാനം ഉണ്ടാക്കാൻ പോകുന്നതായിട്ടുള്ള അതുണ്ടാക്കാൻ പോകുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തു. ജോലി ചെയ്യുമ്പോൾ ഞാനും എൻ്റെ സ്നേഹിതന്മാരും കൂടെ നായാട്ടിലായി പോകുന്ന ആ രാത്രിയിൽ ആദ്യം ഉണ്ടായ പോലെ ഒരു സംഭവം, ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് എന്നെ അടിച്ചു. ആ കൊടുങ്കാറ്റ് എന്നെ തീക്കകത്ത് എനിക്ക് മറിച്ചിട്ടു. ബോധേതനായി അവിടുന്ന് എന്നെ എടുത്തുകൊണ്ട് ബംഗ്ലാവിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ താമസസ്ഥലത്തേക്ക് ഒരിടയായി. അതേ തുടർന്ന് ഞാൻ രോഗിയായി. 45-ൽ പരം ഡോക്ടർമാർ, ജർമ്മൻ ഡോക്ടേഴ്സ് വരെ നോക്കിയിട്ട് രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ചുരുക്കി പറയട്ടെ, അവസാനം നിരാശയായി മന്ത്രവാദങ്ങളെല്ലാം ചെയ്തു. ബിഷപ്പുമാർ പ്രാർത്ഥിച്ചു, വൈദികർ പ്രാർത്ഥിച്ചു, പള്ളികളെല്ലാം പോയി. മോസ്കുകൾ, മുസ്ലിം മോസ്കുകൾ പള്ളികളിൽ പോയി, ക്ഷേത്രങ്ങളിൽ പോയി, നേർച്ചകൾ, കാഴ്ചകൾ, കോഴിവെട്ടുകൾ പരിപാടിയെല്ലാം നടത്തി. ഒരു രക്ഷയും ഉണ്ടായില്ല. അവസാനം 1969 സെപ്റ്റംബർ മാസം 4-ാം തീയതി മണകാട് പള്ളിയിൽ എന്ന് പറയുന്ന ഒരു വലിയ പള്ളിയുണ്ട്, മാതാവിൻ്റെ പേരിലുള്ള പള്ളിയാണ്. മാതാവിനോട് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥയാലെന്നൊക്കെ ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനത് വളരെ സന്തോഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്.
അവിടെ ചെന്ന് മാതാവിന് മുമ്പിൽ മുട്ടുമുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുവിശേഷൻ രേഖലേഖമായിട്ട് വന്ന് പറഞ്ഞു, ഈ ദൈവങ്ങൾക്കൊന്നും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെയും കാല് നടക്കാതെയും കൈയുണ്ടായിട്ട് സ്പർശിക്കാതിരിക്കുന്ന ഇതെല്ലാം ഊമ ദൈവങ്ങളാ സ്നേഹിത. എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കുക, താങ്കളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അത് എനിക്ക് അന്നേരം ഒരാശ്വാസമായി തോന്നി. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അമ്മേ, ഞാൻ ഒരു സ്ഥലം പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന് പറഞ്ഞില്ല, ഒരു 5 രൂപ വഴിയിൽ ഉണ്ടാക്കി വെച്ചേക്കണം, അത് വാങ്ങിച്ച് 5 രൂപയും കൊണ്ട് പോയി കോഴിക്കോട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ ജീവിതം അവസാനിപ്പിക്കുന്ന ആഗ്രഹത്തിലാണ്. ഏതായാലും 1969 സെപ്റ്റംബർ മാസം 4-ാം തീയതി അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. ആ പ്രാർത്ഥനയിൽ നിന്നിട്ടും എനിക്ക് യാതൊരു വിധമായ രക്ഷയോ സന്തോഷമോ ഉണ്ടായില്ല. അവിടുന്ന് അവരെയെല്ലാം ചീത്ത പറഞ്ഞ് ബഹളമുണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് മടങ്ങി മരിക്കാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോയ അമേരിക്കയിലുള്ളതായ വെളിച്ചപ്പാട്ടെന്നൊക്കെ പറയും കുഞ്ഞു സഹോദരനെ, എട്ടാനെ കുഞ്ഞുമോൻ സഹോദരൻ, അവരെല്ലാം ഇപ്പം നിത്യവിശ്രമിക്കുന്നു. PK കുമാർ അവരെല്ലാം നിത്യവിശ്രമിക്കുന്നു. അവരെല്ലാം കൂടെ കൊണ്ടുവരുമ്പോൾ അവരെ മുഴുവൻ തെറി പറയുക. പാലക്കാട് തെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറിയാണ്. ആ തെറി നന്നായിട്ട് പറയാൻ അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. അവരെ തെറിയെല്ലാം പറഞ്ഞ് ഞാൻ വളരെ കോപിഷ്ഠനായി വന്നു. എന്നാൽ പ്രിയരെ, അന്ന് അവർ എന്നെ വിടാതെ എന്നെ കൊണ്ടുപോയ 2 സഹോദരന്മാർ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇന്നു രാത്രിയിൽ ഞാൻ അവനെ രക്ഷിക്കുമെന്നുള്ളതായ ദൈവശബ്ദം അവർ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിലേക്ക് അമ്മയോട് 5 രൂപ മേടിച്ചിട്ട് കോഴിക്കോട്ട് പോയി മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരിക്കുകയാണ്. ഉടനെ ഒരാളെ പുറകെ വിട്ട് എന്നെ പിടിച്ച് എടുത്ത് ഒരു പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവരെല്ലാവരും കണ്ണടച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ കത്തോലിക്കനാണ്, അവർ മറ്റൊക്കെ യാക്കോബ എന്നൊക്കെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു എന്നോട്ട് വന്നവരാണ്. ഞാൻ പള്ളിയിൽ പോകുന്ന രീതിയിൽ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ പ്രാർത്ഥിക്കുകയല്ല, ഇരിക്കുക, നിരാശ കൊണ്ടിരിക്കുക, ഭാരം കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കഴുത്ത് മുഴുവൻ കാശുരു എന്ന് പറയും, ബന്ധിക എന്ന് പറയും, ജപമാല എന്ന് പറയുന്ന ആ സാധനം, അതുപോലെ വിശുദ്ധന്മാരുടെ അസ്ഥി എന്ന് പറയുന്ന അരളിക്ക, അതുപോലെ 1001 ജപിച്ച് കെട്ടിയതായ മന്ത്രവാദിയുടെ മന്ത്രക്കെട്ട്, തകിടുകൾ, ഇതെല്ലാം എൻ്റെ ശരീരത്തിലാമുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനാവാചകം, താവേ സഹോദരൻ പാപത്തെ ക്ഷമിക്കണമേ, ഇദ്ദേഹത്തെ രക്ഷിക്കണമേ, ഇദ്ദേഹത്തിന് സമാധാനം കൊടുക്കണമേ എന്നുള്ള വാക്ക് ഒരു പറയുന്നത് കേൾക്കുമ്പോൾ എന്നോട് ആരോ പറയുന്നത് തോന്നി, നീ കണ്ണടച്ചിന് പ്രാർത്ഥിയില്ലേ, കണ്ണടച്ചിരിക്കുക. അവരെല്ലാം കണ്ണടച്ചല്ലേ ഇരിക്കുന്നത്, നീ മുണ്ട് മടക്കി കുത്തിയല്ലേ ഇരിക്കുന്നത്, മുണ്ട് നിർത്തില്ലേ എന്നാരോ പറയുന്ന തോന്നി. ഞാൻ അങ്ങനെ ചെയ്തു. പ്രിയരെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന മുറിയിലേക്ക് മെർക്കുറി ലൈറ്റിൻ്റെ വലിയൊരു പ്രകാശം എൻ്റെ നെറ്റിമേൽ വന്ന് അടിക്കുവാനിടയായി. നെറ്റിമേൽ അടിക്കുമ്പോൾ അതുവരെയും അല്ലേലിയായി സ്തോത്രം പറയാത്ത ഞാൻ ഒച്ചത്തിൽ അല്ലേലിയ 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 എന്ന് പറയുകയായി. ഇത് പറയുകയും എൻ്റെ ശരീരത്തെ മുഴുവൻ സാധനങ്ങൾ വലിച്ചു പറിച്ചു. അവരെല്ലാം കണ്ടു ചോദിച്ചു, എന്ത് കണ്ടു? ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഓർപ്പിച്ചു. അപ്പോൾ അവിടെയുള്ളതായ ഒരു യുവരാസൻ ഒരു വചനം എടുത്തിട്ട് പറഞ്ഞു, റോമാലേഖനം 10:9 അതേകൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് വാക്ക് പറഞ്ഞു. എന്നെക്കൊണ്ട് സമർപ്പിക്കാൻ പറഞ്ഞു. സമർപ്പിച്ചു. കർത്താവേ, ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ, എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ അറിയാവൂ. അത്രയും പ്രാർത്ഥിച്ച് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോരുമ്പോൾ, പണ്ട് കത്തോലിക്ക അച്ഛന്മാർ ഈ പെന്തിക്കോസ്തുകാരായ ആളുകൾ മസ്തിഷ്ക പ്രഷ്കാളം നടത്തുന്ന പരിപാടിയുണ്ട്. അത് സ്ത്രീകളാണ് കൂടുതൽ ആയി പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ ചിന്ത വന്നു. എന്നാലും ഞാൻ തീരുമാനിച്ചു, ഇനി മരിക്കുന്നില്ല, എൻ്റെ അമ്മയെ സംരക്ഷിക്കണം, എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചയക്കണം. എൻ്റെ സഹോദരന്മാരൊക്കെ അന്ന് പഠിക്കുകയാണ്. അവരിന്ത് 2 പേര് വൈദികരാണ്. ഒരാൾ പ്രൊഫസറായിട്ട് ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അവരെല്ലാം പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം എനിക്ക് വലുതായിട്ടുണ്ട്. എൻ്റെ അപ്പം നേരത്തെ എൻ്റെ 16ാമത്തെ വയസ്സ് മരിച്ചു പോയതുകൊണ്ട് ഉത്തരവാദിത്വം എനിക്കായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ സാധു സുന്ദർ സിംഗ് വീട്ടിൽ ഇറങ്ങി വന്ന യേശു എൻ്റെ കിടക്കുമുറയിൽ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, മകനെ, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ സകലത്തിനും വഴിയും തുറക്കും. നീ എൻ്റെ പിന്നാലെ വരുന്നില്ല എങ്കിൽ സകല വഴിയും അടഞ്ഞു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം അരിഞ്ഞു. 25 വയസ്സ് പ്രായമുണ്ട് അന്ന്. ഇന്ന് എനിക്ക് 82 വയസ്സുണ്ട്. 25 വയസ്സിൽ ആ യൗവനപ്രായത്തിൽ ചെയ്തിരുന്ന പാപങ്ങളെല്ലാം ഒരു ടെലിഫോണിൽ കൂടി ആരോ പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞു തന്നു. ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് 4 പേരെ കൊല ചെയ്യുവാനായിട്ട് രാത്രി കപ്പക്കത്തിയുമായിട്ട് പോയ വ്യക്തിയാണ്. അതുവരെ ഏറ്റുപറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് അവരോടെല്ലാം പോയി ക്ഷമ പറഞ്ഞു. യേശു കഴിഞ്ഞ രാത്രിയിൽ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുവാനിടയായിട്ട്
പെട്ടെന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയ ആൾക്കാർ പറഞ്ഞു സ്ഥാനപ്പെടണം. അവർ സ്ഥാനപ്പെടാൻ സമ്മതിച്ചില്ല. കത്തോലിക്കെന്നൊക്കെ അന്ന് വിശ്വാസി വരുന്ന ആളുകളില്ല. 69 കത്തോലിക്കെന്ന് വരുന്ന വിശ്വാസികൾ വളരെ കുറവാണ്. ഈ പഞ്ചായത്തിലെ ആദ്യത്തെ വിശ്വാസിയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥാനപ്പെടാം, അവർ സമ്മതിക്കത്തില്ല. ഉടനെ അവർ പറഞ്ഞു ഒരു 7 ദിവസം ഉപസിക്കാം. അന്നേരം അവിടുത്തെ അച്ചായൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ, വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് പശുവിനെ വിൽക്കാനും അദ്ദേഹത്തിന് ഒരു കറവ പശുവിനെ വിറ്റിട്ട് 7 ദിവസം എനിക്ക് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. എനിക്ക് മാത്രമല്ല ആ ബാധയെ പാലിച്ചതിൻ്റെ അമ്മ വീട് കൈയൊടിയുന്നു, എൻ്റെ അനിയൻ അച്ഛനെ പഠിക്കുന്ന ആളിൻ്റെ കൈയൊടിയുന്നു. അങ്ങനെ വീട്ടിൽ വലിയ അനർത്ഥങ്ങളാണ്. 10 അംഗങ്ങളുള്ള 10 അംഗങ്ങൾ ഒരുപോലെ ബോധം കെട്ട് വീഴുകയാണ്. ഞാനാണെങ്കിൽ ഒരാഴ്ച വരെ ബോധം ഇല്ലാത്തവനായി കിടക്കുക, മലമൂത്ര വിസർജനം പോലും ചെയ്യാതെ കിടക്കുക. ഇങ്ങനെയുള്ള അവസ്ഥയാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഉപസ്ഥിതി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരെല്ലാം കല്ലെറിയുവാൻ തുടങ്ങി, വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഏതായാലും കത്താർ 1969 സെപ്റ്റംബർ മാസം 19-ാം തീയതി 18-ാം തീയതി രാത്രിയിൽ യേശുവിനെ തൊട്ട് സൗഖ്യമാക്കി എൻ്റെ കുടുംബത്തെ വിടിവിച്ചു. എൻ്റെ കുടുംബത്തിൽ വ്യാപരിച്ചതായിട്ട് 19 ദുർഭൂത വ്യാപാര ശക്തികൾ എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും മാതാവിനെയും വിട്ട് മാറി അവർ സമാധാനമുള്ളവരായിത്തീർന്നു. 19-ാം തീയതി സ്ഥാനപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം വിവരം ഉണ്ടാക്കി, സ്ഥാനപ്പെട്ട പട്ടിയെക്കൂടെ സ്ഥാനപ്പെടുന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയെങ്കിലും ഞാൻ ജനിച്ച നാട്ടിൽ ഒരു ഇന്ത്യൻ പൗരനെ ഏത് മതവും സ്വീകരിക്കാണ്ട് നിയമപ്രകാരം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കടവത്തിൻ്റെ സ്ഥാനപ്പെട്ടു. 19-ാം തീയതി 22-ാം തീയതി അഭിഷേകം പ്രാപിച്ചു. അങ്ങനെയാണ് വിശ്വാസത്തിൽ വരുവാൻ കാരണമായി തീർന്നത്. സാക്ഷ്യം അങ്ങനെ പറഞ്ഞു പോയാൽ അങ്ങനെ പോകും. താൻ സ്തോത്രം. അങ്ങനെ ഞാൻ സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ ആ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അമ്മ എന്നെ എൻ്റെ കൂടെ വന്ന സഹോദരന്മാരെയും ചീത്ത പറഞ്ഞ് ബഹളമുണ്ടാക്കി എൻ്റെ വീട്ടിൽ പാർക്കാൻ അനുവാദമില്ലാതായി. ചില മാസങ്ങൾ ഞാനൊരു സഹോദരൻ്റെ വീട്ടിൽ പാർക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. ജോലി ചെയ്യിക്കുമ്പോൾ 118-ാം സംഖ്യത്തിന് 8ഉം 9ഉം വാക്യം ആകാശത്തെ കർത്താവ് എഴുതി കാണിച്ചു. എന്നിട്ട് ആ സാക്ഷ്യത്തിൽ സംസാരിച്ചു. ഗവൺമെൻറ്റോ മാനേജ്മെൻറ്റോ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം തരുന്നെങ്കിൽ നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി വരണം എന്ന് പറഞ്ഞ് കർത്താവിനോട് സംസാരിപ്പേണ്ടയായി. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 1970-ാം ആണ്ട് ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു. അതിനുശേഷം മണക്കാല അറിയപ്പെടുന്ന തിയോളജി സെമിനാരി PhD കൊടുക്കുന്ന ഒറ്റ സെമിനാരി കേരളത്തിൽ പെന്തിക്കോസുകാർക്കുണ്ടെങ്കിൽ ഞാൻ പഠിച്ച സെമിനാരിയുള്ളൂ. ആ സെമിനാരിയിൽ 1970 പഠിക്കേണ്ടതായി. 71 പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തു. 23 വർഷക്കാലം സഭയുടെ പാസ്റ്ററായി ശുശ്രൂഷ ചെയ്തു. ഇന്ത്യയുടെ 19 സ്റ്റേറ്റുകളിൽ യേശു വിടിവിക്കുന്ന യേശുവാണെന്ന് പറയുവാനകത്ത് അവസരം നൽകി. കർത്താവ് സ്തോത്രം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ജർമ്മൻകാരിയായ മദാമ അവിടെ മുടന്ത കർത്താവ് സൗഖ്യമാക്കി കൊടുത്തുകൊണ്ട് അവൾ എന്നെ സ്പോൺസർ ചെയ്ത് ജെറുസലേമിൽ അയക്കേണ്ടതായി. അങ്ങനെയാണ് എൻ്റെ അനുഭവസാക്ഷ്യം പറഞ്ഞാൽ ഒത്തിരി മണിക്കൂർ പറയാനുണ്ട്. അങ്ങനെയാണ് കർത്താവിൻ്റെ ഭാഗത്ത് ഇവരുടെയായി തീർന്നത്. ഇപ്പോൾ ഞാൻ ദിവസവിടെ ഒരു ജലമിശ്രായിട്ട് ശുശ്രൂഷിക്കുന്നു, ക്ഷണിക്കുന്നിടത്ത് പോകുന്നു. പാസ്റ്ററുടെ 2 സഹോദരന്മാര് കത്തോലിക്ക സഭയിലെ വൈദികരാണല്ലോ. അപ്പോൾ പാസ്റ്റർ ഈ കത്തോലിക്ക ഈ സഭയിൽ നിന്ന് ഈ പെന്തക്കോസ്റ്റിൽ നിൽക്കുന്നതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പൊക്കെ എങ്ങനെയാണ്? ആദ്യകാലത്ത് വലിയ എതിർപ്പായിരുന്നു. എൻ്റെ നേരെ ഫോട്ടോയിൽ കാണുന്ന നേരെ ഇരിക്കുന്ന അദ്ദേഹം ഞാൻ സ്ഥാനപ്പെടുന്ന ആ സമയത്ത് അദ്ദേഹം ഒരു എഞ്ചിനീയറായിട്ട് കണ്ണന്തേവൻ കമ്പനി ജോലി ചെയ്യുകയാണ്. ഞാൻ സ്ഥാനപ്പെട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തിക്കോസ്റ്റിൽ പോയി നാണക്കേടാന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പിണങ്ങി അദ്ദേഹം അച്ഛനാകാൻ പോയി. എന്നാൽ അദ്ദേഹം ഇപ്പോൾ എൻ്റെ സ്നേഹിതനാണ്. എന്തോ വിഷയം വന്നാലും അവർ രണ്ടുപേരും എൻ്റേതായ കൈ വെച്ചവരുടെ പാർട്ടികളുടെ സെമിനാരികളിലും അവിടെ പള്ളികളിൽ ചെന്നാൽ അവിടെ താമസിക്കുന്ന ചെന്നാൽ ഒക്കെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമായിരിക്കുന്നു. ഏറ്റവും സ്നേഹിക്കുന്നത് പോപ്പിൻ്റെ ഡയറക്റ്റായിട്ട് പോപ്പിൻ്റെ ഡയറക്റ്റ് പ്രൊഫസർ എന്ന് പറയുന്ന 4-5 പേരേ ഉള്ളൂ ഇന്ത്യയിൽ. അതിലൊരാൾ ജേക്കബ് പറപ്പള്ളി MSF എന്ന് പറയും. അദ്ദേഹം ക്രിസ്റ്റോളജി പഠിപ്പിക്കുന്ന 40ഓളം രാജ്യങ്ങളിൽ മേജർ സെമിനാരി എന്ന് പറയും. കത്തോലിക്കയുടെ മേജർ സെമിനാരി എന്ന് പറഞ്ഞാൽ കത്തോലിക്കർക്ക് അറിയത്തുള്ളത്. ആ സെമിനാരിയുടെ പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹം ആണ് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും മെസ്സേജ് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ 25 വർഷത്തോളമായിട്ട് ആഴ്ചയിൽ 4 ദിവസം മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കും എന്താ മെസ്സേജ് അയക്കാൻ ചോദിക്കും. അത്ര സ്നേഹത്തിലും ആത്മാർത്ഥതയിലുമാണ് കടന്നു പോകുന്നത്. മാത്രമല്ല ഈ വീട് ഞാൻ വിട്ടിറങ്ങി പോയതാണ്. 91-ൽ എൻ്റെ അമ്മയും ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് എനിക്ക് സൗജന്യമായിട്ട് എഴുതി തരും ഇടയായി തീർന്നുകൊണ്ടാണ് അന്തസ്സായിട്ട് ഇപ്പോൾ ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് വാടകയൊന്നും കൊടുക്കാതെ സമാധാനമായി ശുശ്രൂഷിക്കുന്നു. പാസ്റ്ററുടെ ഈ സുവിശേഷ പ്രവർത്തനത്തെ ആരംഭകാലത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാമോ? അതായത് ഈ പഞ്ചായത്തിൽ, അതായത് 57 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെന്തക്കോസ് വിശ്വാസം സ്വീകരിക്കുമ്പോൾ ഇവിടെ പെന്തക്കോസുകാർ ആരും ഉണ്ടായിരുന്നില്ല. ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു? ഞാനിപ്പോൾ ഓർപ്പിച്ചല്ലോ, ഞാൻ അഭിഷേകം പ്രാപിപ്പാനായിട്ട് കാരണം എൻ്റെ അമ്മ
എന്നെ ചീത്ത പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ കൂടെ വന്ന ദിവരാസന്മാർ പറഞ്ഞു, ഇദ്ദേഹത്തെ അഭിഷേകത്തോടെ നിറച്ചില്ലെങ്കിൽ ഇദ്ദേഹം തിരിച്ച് കത്തോലിക്ക് പോകുമെന്ന് പറഞ്ഞ് അവർ കൊണ്ട് എന്നെ 3 ദിവസം കൂടെ ഉപസിച്ച് പ്രാർത്ഥിപ്പിച്ചു. 3-ാമത്തെ ദിവസം രാത്രിയിൽ പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടെ എൻ്റെ മേൽ അഭിഷേകം തന്നു. ഒരാഴ്ച മുഴുവൻ ഞാൻ എന്ത് പറഞ്ഞാലും മലയാളം വാക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇവിടെ അന്യഭാഷ പറയുമായിരുന്നു. അഭിഷേകവും ദർശനവും ഭൂതശാന്തിപരവും കൃപാവരം പ്രവചനാത്മാവും കൂടെ ദൈവത്തിനെ നിറച്ചു. അത് നിറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അസാമാന്യ ശക്തിയാണ്. ഒരാന ഇളകി വന്നാലും ഒരു കടുവ ഇളകി വന്നാലും ഒന്നും ചെയ്യാനില്ല എന്നുള്ള പേടിയെല്ലാം മാറി. ഞാൻ ഒറ്റയ്ക്ക് ഈ പഞ്ചായത്തിൽ അന്ന് 16 വാർഡാണ്, ഇപ്പോൾ 21 വാർഡിലുണ്ട്. ഈ 16 വാർഡുകളിലും ഓരോ മുക്കിലും പോയി നിന്നുകൊണ്ട് അറിയാവുന്ന വാക്യങ്ങൾ 3-4-5-6 വാക്യങ്ങൾ പഠിച്ചുള്ളൂ. ആ വാക്യം വിളിച്ച് വന്നിട്ട് ഞാൻ പറയും, ഞാൻ പാപിയായിരുന്നു, ഞാൻ ദോഷിയായിരുന്നു. യേശു ക്രിസ്തു രാത്രി എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു, എനിക്ക് സമാധാനം നൽകി, എന്നെ രക്ഷിച്ചു, നിങ്ങൾ യേശുവിനെ അംഗീകരിക്കണം. അപ്പോൾ കല്ലേറ് ഉണ്ടായിട്ടുണ്ട്, ബഹളം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ അന്നത്തെ കാലത്തുള്ള ചില വൈദികർ എന്നോട് അവർക്ക് കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന ആ വൈദികരൊക്കെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ആ പ്രിയപ്പെട്ടവരെ എന്നെ ആരെക്കൊണ്ടെങ്കിലും ഒരു ദളിതൻ, എനിക്ക് പറയാൻ കുഴപ്പമില്ല, ഒരു ദളിതനെ കൊണ്ട് ഇവനെ അടിപ്പിച്ചാൽ ഇവൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഒരു ദളിതനെ കല്ല് വാങ്ങിച്ചു കൊടുത്ത് ഒരു ദളിതനെ കൊണ്ട് 3 പ്രാവശ്യം അടിപ്പിക്കാനായിട്ട് വന്നു. 2 പ്രാവശ്യം അടിക്കാൻ വന്നപ്പോഴും എനിക്ക് അടിയൊന്നും ഏറ്റില്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പോകും. 3-ാമത്തെ പ്രാവശ്യം ഞാനിതെൻ്റെ സഹോദരനോട് പറഞ്ഞപ്പോൾ അഭിഷേകം പ്രാപിക്കാത്ത പ്രിയപ്പെട്ട PK ചുമ്മാരും EV സക്കറിയ എന്ന് പറയുന്നത് അവർ 2 പേരും മരിച്ചുപോയി. അവർ 2 പേരും അങ്ങനെയായോ എന്ന് ചോദിച്ചു. അവർ യാക്കോബിന് വിശ്വാസം വന്ന 2 റൗഡികളായിരുന്നു. അവർ കൂടെ എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദളിതൻ മത്തായി എന്ന് പറയും, ലത്തീൻ കത്തോലിക്കനാണ്. അവൻ എന്നെ അടിക്കാൻ വരുമ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് തേജസ്, ദൈവത്തിൻ്റെ തേജസ് നമ്മൾ പറയാറില്ലേ, വായിക്കാറില്ലേ, ആ തേജസ് ഒരു വല വീശുന്ന വീശത്തിൽ ഒരു വലിയ വെളിച്ചത്തിനകത്ത് നിന്ന് പറയുക. ഞാൻ വിളിച്ചു പറയുമ്പോൾ പിന്നെ നിലംതെല്ലി എന്ന് പറയുന്ന സാധനം കൊണ്ട് നിലം അടിച്ചുണ്ടാക്കുന്ന ആ നിലംതെല്ലി കൊണ്ട് അടിക്കാൻ വരികയും അവനെ എടുത്തെറിയുന്ന പോലെ ദൈവാത്മാവ് എടുത്തെറിയാതെയായി, ദൂതന്മാരെ എടുത്തെറിയാതെയായി. അപ്പോൾ ഈഴവനായ ഒരു ഗോപാലൻ ചൗനിയടിയായി മരിച്ചത് അദ്ദേഹം പറയുമ്പോൾ മത്തായി പെരേനെന്നാണ് വിളിക്കുന്നത്, തായ്പലെ കയറിപ്പോവും. അദ്ദേഹം നല്ല കാര്യമല്ലേ പറയുന്നത്. പ്രിയരെ, ആ പ്രിയപ്പെട്ടവൻ 1 വർഷം ജീവിച്ചില്ല. അവൻ്റെ ഭാര്യയെ ഭ്രാന്തി പിടിച്ചു. അവൻ്റെ കുടുംബം അന്യാധീനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദേശവാസികളെല്ലാം അംഗീകരിക്കാൻ തുടങ്ങി. പറപ്പള്ളിലെ PK ജോൺസൺ പാസ്റ്ററില്ല, അയാളുടെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ് ഈ പഞ്ചായത്ത് മുഴുവൻ അംഗീകരിക്കാൻ തുടങ്ങി. എങ്കിലും ഞാൻ ഈ പഞ്ചായത്ത് നിൽക്കത്തില്ല എന്ന് തീരുമാനിച്ച് ഞാൻ ഇവിടുന്ന് പോകുവാനിടയായിത്തീർന്നു. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. അവസാനം 1991 വീട് എനിക്ക് സൗജന്യമായിട്ട് വീട്ടുകാർ എഴുതിത്തരാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അന്നത്തേക്കാർ 91 16,000 രൂപ മാസ വരുമാനമുള്ള കനാനായക്കാർ മാത്രമുള്ളതായ റാന്നിയിലുള്ള വെള്ളക്കല്ല് സഭയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം എനിക്കുണ്ടായി. അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത, ബൈബിൾ വായിക്കാൻ പോലും വേണ്ടുപോലെ അറിയാത്ത ഒരു ദൈവദാസന് പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, യൗസേപ്പിനെ മാനിച്ചതുപോലെ നിന്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ സ്വദേശത്ത് മാനിക്കാൻ പോവുകയാണ്. പേപ്പട്ടിയെ പോലെ ഓടിച്ച ആ സ്ഥലത്ത് ഞാൻ നീ ആദരിക്കുമെന്ന് പറഞ്ഞ് ദൂത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് ഇളയ അനിയൻ ഒരു ലെക്ചറായിരുന്നു, അവന് 50,000 രൂപ വീടിന് കൊടുത്തിട്ട് ബാക്കി ഫ്രീ ആയിട്ട് എടുത്തോളാം. ഞാൻ 50 പൈസയ്ക്ക് പോലും എനിക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സൗജന്യമായിട്ട് എഴുതി തന്നു. ഇവിടെ വന്നു 91 ഞാനിവിടെ പഞ്ചായത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. പഞ്ചായത്തിൽ 180ഓളം, അന്ന് 180, ഇപ്പോൾ 1000-ലധികം പരിശീലനങ്ങൾ, 31 കൺവെൻഷനുകൾ, 35 വർഷമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഓട്ടമുള്ള പ്രാർത്ഥന വെക്കാൻ എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പഞ്ചായത്തിൽ 35 സഭകളോളം ദൈവം ഉയർത്തി. ഇവിടുത്തെ കത്തോലിക്കരായ പ്രസിദ്ധരായ ആളുകൾ, ഡോക്ടർമാരായിട്ട് ആളുകൾ, എഞ്ചിനീയേഴ്സിൻ്റെ ആളുകൾ, അവരുടെ വീടുകളിൽ മരണമോ അവരുടെ മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കണമെങ്കിൽ പാസ്റ്റർ PK ജോൺസൺ പറപ്പള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അനുഗ്രഹിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നപ്പോൾ നിന്ന് ധൈര്യം, ആ ധൈര്യം ഇപ്പോഴും ഉണ്ട്. എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുകയാണ്. ആരംഭകാലത്ത് അനുഭവിച്ച കഷ്ടതകളെ കുറിച്ചൊന്ന് പറയാമോ? കഷ്ടതകളെക്കുറിച്ച് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ 8 പുസ്തകം പ്രിയപ്പെട്ടത് എഴുതിയിട്ടുണ്ട്. എല്ലാം കൂടെ പറയാൻ സാധിക്കത്തില്ല. ഞാൻ കഷ്ടതകളെക്കുറിച്ച് പറയാൻ പുസ്തകം ഞാൻ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് ഓണറി ഡോക്ടറേറ്റ് കിട്ടി, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓണറി ഡോക്ടറേറ്റ് തന്ന ഒരു പുസ്തകമാണ്. ഇന്ത്യയിലെ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ സഭാ നേതാക്കന്മാർ, ചർച്ചക്കൂട്ടിലെ നേതാക്കന്മാർ, IPC നേതാക്കന്മാർ, അത് കാന ബച്ചൻ, പിന്നെ പവർ മിഷൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ ഏഷ്യൻ സൂപ്രണ്ട് CC തോമസ് പോലെയ ആളുകൾ ആയിട്ടുള്ള അഭിനന്ദിച്ചുള്ള ഒരു പുസ്തകമാണ്. ഓണറി ഡോക്ടറേറ്റ് കിട്ടിയ പുസ്തകമാണ്. ഇതിൻ്റെ പുസ്തകം കിട്ടാൻ കാരണം പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി, നിരീശ്വരവാദികൾക്കുള്ള മറുപടിയുള്ള 2 തീസിസിനായിട്ട് ഉള്ളതായിട്ടുള്ള
ഒരു തോട്ടാണ്, അതാണ് എനിക്ക് കിട്ടിയുള്ളത്. പിന്നെ പെന്തക്കോസുകാർ, ഇപ്പോഴത്തെ പെന്തക്കോസുകാർ ഞങ്ങളുടെ പെന്തക്കോസും വ്യത്യാസമുണ്ട്. അന്നത്തെ ദൈവസ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥത ഉണ്ടായിരുന്നു, സുവിശേഷീകരണം ഉണ്ടായിരുന്നു, സഹോദര സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞ് ന്യൂ ജനറേഷൻ ആയിക്കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പിന്നാലെ പോകുന്നു. പെന്തക്കോസ് ഉപദേശം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഉപദേശത്തിന് വിരുദ്ധമായി പോകുന്നത് കണ്ടപ്പോൾ പെന്തക്കോസുകാർ വിശ്വാസികൾക്ക് മാത്രമെന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം എനിക്ക് എഴുതുവാനായിട്ട് ഇടയായിരുന്നു. 8 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കോപ്പികളെല്ലാം താമരദാസിന് കൊടുക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഭാഷാപരം തരുന്ന ആത്മാവാണ്. അപ്പോൾ ഞാൻ കോട്ടയത്തുള്ളതായിട്ട് മെഡിക്കൽ കോളേജിൽ ട്രാക്റ്റ് കൊടുത്ത് ഇങ്ങനെ വരും. അന്നും ട്രാക്റ്റ് കൊടുക്കും. 22 സൈസ് ട്രാക്റ്റുകൾ 21 ദിവസവും 40 ദിവസവും ഉപസിച്ച ട്രാക്റ്റുകളുണ്ട്. ആ ട്രാക്റ്റുകൾ കൊടുത്ത് സുവിശേഷം പറയും. അപ്പോൾ ഒരാളുടെ അടുത്ത് വായിക്കും, തമിഴേ അറിയത്തുള്ളൂ, തമിഴ് പറയാൻ എനിക്കറിയത്തുമില്ല. അയാൾ തമിഴിൽ ചോദിച്ചപ്പോൾ ഞാൻ തമിഴിൽ മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേണ്ടി ഭാഷാപരം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ 19 സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലും മറാഠിയിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വഴി തെറ്റിയിട്ടില്ല, വഴി ചോദിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭാഷാപരം ദൈവം തരുവാൻ ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, ഞാൻ സെക്കുലറായിട്ടുള്ള വലിയ വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിലും ഇംഗ്ലീഷിൽ ഒരു LT ട്രെയിനിങ് ജോൺ താന്നിക്കൽ എന്ന് പറയുന്ന സ്വദേശീയ ബൈബിൾ കോളേജ് പ്രിൻസിപ്പൾ അദ്ദേഹം പഠിപ്പിച്ച ഒരു ബൈബിൾ കോളേജ് പഠിക്കേണ്ടതായി. അതിനുശേഷം ഞാൻ എഴുതിയ ഹോളി സ്പിരിറ്റ് ആവിഷ്കരിക്കുന്ന മനോഹരമായൊരു ഗ്രന്ഥം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തി എന്നും ദുരാത്മാവിലെ ശക്തി എന്നും മനോഹരമായ മറ്റൊരു ഗ്രന്ഥമാണ്. അതുപോലെ ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ അനുഭവത്തോടെ മാത്രം പറയാം. സാത്താന്യ പ്രവർത്തനവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും. ഈ പുസ്തകം ഇത് 4 പ്രാവശ്യം വായിച്ച് ധാരാളം ആളുകൾ അഭിഷേകം പ്രാപിപ്പാൻ ഇടയായിട്ടുണ്ട്. ഞാൻ മുമ്പേ കാണിച്ച ആ പുസ്തകം അതുപോലെ തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ മദാമ്മ എന്നെ യെരുശലേമിലേക്ക് യാത്ര ഏൽപ്പിച്ചപ്പോൾ യെരുശലേം കണ്ടതിന് ശേഷം വന്ന എഴുതിയ പുസ്തകമാണ്. ഇതിപ്പോൾ ഞാൻ 2000 കോപ്പി രണ്ടും കൂടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. അടുത്ത ജനുവരിയിൽ പ്രകാശനം ചെയ്യും. ജാങ്കഡ് ഇസ്രായേൽ, ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് ബൈബിളിലെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പുസ്തകം. ഇത് ദേവദാസൻ ചോദിച്ച പോലെ ദൈവം എന്നെ നടത്തിയ വഴികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സുവിശേഷം അറിയിച്ചപ്പോൾ ഡോക്ടർമാരോട്, എഞ്ചിനീയർമാരോട്, കർദിനാളന്മാരോട്, ബിഷപ്പന്മാരോട്, SI-മാരോട്, അഡ്വക്കേറ്റന്മാരോട്, കർത്താൾമാരോട് അവർക്കൊക്കെ ഞാൻ പുസ്തകം കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ധാരാളം ആൾ വിശ്വാസമുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞ് DGP എന്ന് പറയുന്ന, ഞങ്ങളുടെ കോട്ടയത്ത് DGP ആയിരുന്നുണ്ട് ആ വ്യക്തി, അദ്ദേഹത്തെ രാജസ്ഥാൻകാരനാണ്, കൃഷ്ണ സിംഗ് എന്ന് പറയും. അദ്ദേഹത്തെ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തി. അദ്ദേഹം സുവിശേഷം പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷയിലേക്ക് നടത്തി വിശ്വാസത്തിൽ വരാൻ സാധിച്ചു. അദ്ദേഹം വിട്ടുപോകാൻ താമസിക്കേണ്ട മലയാളിയല്ല, രാജസ്ഥാൻകാരനാണ്. പക്ഷേ മലയാളം നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിനൊക്കെ ഈ പുസ്തകമൊക്കെ അയച്ചുകൂടെ അദ്ദേഹത്തെ മാനസാന്തപ്പെടുവാൻ സാധിച്ചു. അപ്പോൾ ദൈവാത്മാവിനാൽ ഒരു നടത്തപ്പെട്ടാൽ എന്തെല്ലാം നടക്കും എന്നുള്ള പുസ്തകം ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. അത് 4ാമത്തെ പ്രതിയാണ്. ദൈവത്തിന് സ്വന്തം. മറ്റൊന്ന് റോമൻ കത്തോലിക്കർക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ്. കത്തോലിക്ക സഭ വിട്ടത് എന്തുകൊണ്ട്, ഞാൻ എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിട്ടു, കർദിനാൾ ബെസാലിയോസ് മാർ ക്ലീമീസ് വരെ അഭിനന്ദിച്ചുള്ള മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. പിന്നെ എൻ്റെ അനുഭവങ്ങൾ മുഴുവൻ കൂടെ ഞാനിപ്പോൾ ഒരു 24 പേജുള്ളതായ അന്ധകാല അത്ഭുതത്തിലുള്ള ഒരു ട്രാക്റ്റ് അടിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഹിന്ദി എൻ്റെ മകൾ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഹിന്ദിക്കാർക്ക് വേണ്ടി കൊടുക്കുന്നു. അതുപോലെ ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു ട്രാക്റ്റ് ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്തു. കട്ടതയെക്കുറിച്ച് പറഞ്ഞാൽ പാട്ട് ഭയങ്കരമായ അവസ്ഥയാണ്. ഒരു ഭാഗത്തൊന്നും മുഴുവൻ പറഞ്ഞാൽ തീരുകയില്ല. പട്ടിണി, ദാരിദ്ര്യം, കല്ലേറ്, കടാരി. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ കുത്താൻ വന്ന ആൾക്കാരുണ്ട് നേരത്തത്. എന്നെ കുത്താൻ വന്നവരും കല്ലെറിയാൻ വന്നവരും കല്ലെറിഞ്ഞവരും ഒക്കെ ഈ മണ്ണിൽ തന്നെ കിടക്കുമ്പോൾ ഞാനിപ്പോഴും കൃപയാൽ ദൈവത്തെ മുഖത്ത് ജീവിക്കുകയാണ്. അത്രമാത്രമേ കഷ്ടതയെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. സഭകളിൽ നിന്ന് കഷ്ടങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം. പാസ്റ്ററുടെ ജീവിതത്തിൽ പാസ്റ്ററെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? നമുക്ക് ചില വ്യക്തികളെ മാതൃകയാക്കാൻ കൊള്ളാവുന്നവരുണ്ടല്ലോ. അധ്യാപകരാകാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരാകാം. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊന്ന് പറയാമോ? എനിക്കൊരു 3-4 പേരെ അത്യാവശ്യമായിട്ട് റോൾ മോഡലുണ്ട്. ഒന്നാമതായിട്ട് എന്നെ സ്ഥാനപ്പെടുത്തിയ ആൾ CN നൈനാർ നിത്യ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ എന്ന് പറയുന്ന ആ സ്ഥാപനമുണ്ടല്ലോ, കസ്തൂർബ മെഡിക്കൽ കോളേജ്, അതിൻ്റെ MD ആയിരുന്നു ഭാര്യ, ഡോക്ടറാണ്. ആ പ്രിയപ്പെട്ടവൻ്റെ ജീവിതവും മാതൃകയും, അതായത് സ്നേഹത്തിൻ്റെ അപ്പസ്തലന് പൗലോസ് യോഹന്നാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ദിവരാസനാണത്. അത് ഒത്തിരി ഡിഗ്രിയുള്ള മനുഷ്യ, ST, MDH, അതുപോലെ സ്ഥാനപ്പെടാൻ വേണ്ടി മാത്രം അത്ര ഗ്രീക്ക് ഭാഷ പഠിച്ച ആളാണ്. ഗ്രീക്ക് ഭാഷ പഠിച്ച് സ്ഥാനപ്പെട്ട അദ്ദേഹം ഒരു എൻ്റെ ഓർമ്മോടാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗം, സ്നേഹം, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതം, അദ്ദേഹത്തിൻ്റെ സഹകരണം അതെൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ഒന്നാമതാണ്. രണ്ടാമത് ഞാൻ മുമ്പേ
ദിവസം ഓർപ്പിച്ചല്ലോ TG കോശി എന്ന് പറയും, മണക്കാല തിയോളജിക്കൽ സെമിനാരിയുടെ ഫൗണ്ടറായി പ്രസിഡൻ്റായി പ്രവർത്തിച്ച അദ്ദേഹം എൻ്റെ പിതാവിനെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത വ്യക്തിയാണ്. എൻ്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം സാമ്പത്തികമായി ഒത്തിരി സഹായിച്ച ഒരു ദിവദാസനാണ്. അതുപോലെ എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ വണ്ടിക്കൂലി തരാൻ ആരുമില്ല. വണ്ടിക്കൂലി ഇല്ലാതെ നടന്ന് മണക്കാല എന്ന് പറയുന്ന അടൂർ മണക്കാല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കോട്ടയത്തേക്ക് നടന്നു വിടണമെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാമോ? ആ കിലോമീറ്റർ നടന്നു പോരുവാൻ താല്പര്യപ്പെട്ട് വെക്കേഷൻ സമയത്ത് ഞാൻ നടന്നിറങ്ങുമ്പോൾ എല്ലാവരും 23 പേരിൽ 22 പേർക്കും അപ്പന്മാരോ സഭയോ വണ്ടിക്കൂലി കൊടുക്കാനുണ്ട്, എനിക്കാരും തരാനില്ല. ഞാനവിടെ ഇവിടെ ഇറങ്ങി പോരുക, നടന്നു പോരുക, വിശ്വാസത്താൽ നടന്നു പോരാം, നടന്നിവിടെ എത്താം എന്ന ചിന്ത വരുമ്പോൾ ആ പ്രിയപ്പെട്ട പിതാവും മാതാവും കൂടെ നിന്ന് ചോദിച്ചു, എന്നെ വിളിച്ചിട്ട് വണ്ടിക്കൂലി ഉണ്ടോ? ഒപ്പം ഞാൻ പറഞ്ഞു, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളുന്ന വാക്ക് പറഞ്ഞു. എന്നാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ അന്ന് 5 രൂപ, 4 രൂപ 20 പൈസ മതി എനിക്ക് അയർക്കുന്നത് വരാൻ. 5 രൂപ തന്നു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമാണ്. അതുകൊണ്ട് ഈ 57 വർഷമായി വായ്പ വാങ്ങുകയോ ദാരിദ്ര്യം പറയുകയോ സഭകൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നേതാക്കന്മാർ പോയി കാര്യങ്ങൾ ചോദിക്കുകയോ ആവശ്യങ്ങൾ പറയുകയോ ചെയ്യാതെ ഇന്ന് വരെ ദൈവം ആ നിലയിൽ അത്ഭുതമായി നടത്തുന്നു. അതിനെ പഠിപ്പിച്ചത് മണക്കാല തിയോളജി സെമിനാരി. ഞാൻ അതിൻ്റെ 49 വർഷം അതിൻ്റെ അലൂമിനിയം വൈസ് പ്രസിഡൻ്റായിട്ട്, ട്രഷറായിട്ട്, സെക്രട്ടറിയായിട്ടൊക്കെ വർക്ക് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഓർഡിനേഷനും എനിക്ക് പ്രസംഗിക്കുവാനായിട്ട്, ആ ഗ്രാജുവേഷനും പ്രസംഗിക്കുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 20,000 രൂപയോളം ഒരു മാസം മരുന്നിന് വേണം. 20 രൂപ പോലും ആരും സഹായിക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് വരെ ദൈവ അത്ഭുതം നടത്തുന്നു. അത് ഈ ഓവറോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഇവർ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ എൻ്റെ വിവാഹം നടത്തിയ വിജയ് ജേക്കബ് സാർ, അദ്ദേഹം ഒരു BLT-കാരനായിരുന്നു, ഹൈസ്കൂളിലെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു ഓവറോൾ മോഡൽ, അദ്ദേഹം വിശ്വാസത്തിൻ്റെ വിത്തായിരുന്നു. അദ്ദേഹം മരുന്ന് ചെയ്യത്തില്ല, വിശ്വാസത്തെ ജീവിതം പറയുന്നത്. പക്ഷെങ്കിൽ ഞാൻ ഇപ്പോൾ മരുന്ന് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം മരുന്ന് ചെയ്യാതെ ഷുഗർ പിടിച്ച് പഴുത്ത് അദ്ദേഹം മരിക്കേണ്ടി വന്നു. പക്ഷേ ഞാനിപ്പോൾ ഷുഗർ രോഗിയാണ്, മരുന്ന് ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഡോക്ടേഴ്സ് പറയുന്നത് പ്രാർത്ഥന കൊണ്ടും ദൈവശക്തി കൊണ്ടും മാത്രമാണ് നിങ്ങൾ ജീവിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ത്യാഗങ്ങൾ ആ നിലയിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ സന്തോഷവാനാണ്, നമ്മളുടെ പ്രത്യാശയുള്ളവനാണ്. പാസ്റ്റർ ഇപ്പോൾ എത്ര വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു? 57 വർഷം തുടങ്ങിയെന്നാൽ സുവിശേഷം രക്ഷിക്കപ്പെട്ട പോലെ സുവിശേഷം തുടങ്ങി. പിന്നെ സെമിനാരി പഠനത്തിന് 3 വർഷം നോക്കിക്കഴിഞ്ഞാൽ 54 വർഷം ശുശ്രൂഷനാണ്. 23 വർഷം ചച്ചക്കോടിൻ്റെ ലോക്കൽ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിൽ പാസ്റ്ററിന് സുവിശേഷനായി ഇരുന്നിട്ടുണ്ട്? സഭാചാർജിന് ആദ്യം ഇരിക്കുന്നത് മണക്കാലയിലെ പഠനം കഴിഞ്ഞ ശേഷം മാവേലിക്കര കല്ലുമല കുഞ്ഞുമൻ സാർ എന്ന് പറയും, ME ജാക്കോ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ 250 പേര് കൂടുന്ന ഒരു സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടിരുന്നു. അത് കഴിഞ്ഞ് പള്ളിക്കാവിലെ സഭയിലിരുന്നു. അത് കഴിഞ്ഞ് കായംകുളത്തിനടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, ആ കായംകുളത്തിനടുത്തുള്ള മുട്ടം എന്ന് പറയും, മുട്ടം സഭയിലിരുന്നു. അവിടുന്ന് പിന്നെ കാരിക്കോട് എന്ന് പറയുന്ന HBCയുടെ അവിടെ ഒരു സഭയിലിരുന്നു. അവിടുന്ന് ഞാൻ പിന്നെ പെരുവയിൽ ഇരുന്നു. പെരുവയും കാരിക്കോട് 2 സഭ ഒന്നിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മൂലാളം എന്ന് പറയുന്ന ഒരു സഭയിൽ വന്ന് ഇരിപ്പടയായിരുന്നു. മൂലാളത്ത് നിന്ന് ഞാൻ മലബാറിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല, മലബാർ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ, അവിടെയുള്ള മുസ്ലിം സ്കൂളുകളിലൊക്കെ സുവിശേഷം അറിയിപ്പാനും അവിടെ ഒത്തിരി ആത്മാക്കളെ കൃപയാ നേടിയെടുക്കുവാനും പലരും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പഠിപ്പിച്ചിറക്കുവാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. മലബാറിൽ പാലാങ്കര എന്ന് പറയും, വലിയൊരു സഭയാണ് ഇപ്പോഴത്. ഇന്നിപ്പോൾ 50,000 രൂപ മാസം വരുവാനുള്ള സഭയാണ്. അവിടുന്ന് ഞാൻ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ നിന്ന് കേരളമാണ്. അപ്പോൾ അതിനെ കൊട്ടാരക്കര കരിക്കം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. കരിക്കത്തെ ജീവിതമാണ് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷ. ഒരു മന്ത്രവാദിയായ സ്ത്രീ, പൗലോസിനെ മന്ത്രവാദി വിവേചിച്ചതുപോലെ എന്നെ വിവേചിച്ച കല്യാണി അമ്മ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയെ എന്നെ വിവേചിച്ചപ്പോൾ അവരെ രക്ഷയിലേക്ക് നടത്തുവാനും സ്ഥാനപ്പെടുത്തുവാനും അവിടെ കൊച്ചുമോളെ ഈ അയൽക്കുന്നത്തുള്ള ഒരു സഹോദരനെ വിവാഹം നടത്തുവാനിടയായി. അവിടുന്ന് ആയൂർ പോയി. ആയിരുന്നു പിന്നെ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലം. കുളത്തൂപ്പുഴ 3.5 വർഷക്കാലം ഇരുന്നു. ഒരു വലിയ കൂട്ടം ആത്മാക്കളെ ദൈവം എനിക്ക് അവിടെ എണ്ണം പറയാൻ സാധിക്കത്തില്ല. അതുപോലെ ആത്മാക്കളെ ദൈവം നൽകി. അവിടുന്ന് റാന്നി വെള്ളക്കലി വന്നു. വെള്ളക്കലിൽ ഞാൻ ഉദിമൂട് എന്ന് പറയുന്ന സ്ഥലത്തിരുന്നു. ഉദിമൂട്ട് 1 വർഷം ഇരുന്നുള്ളൂ. അതുപോലെ പാമ്പാടിയിൽ ചെന്നാമറ്റിരുന്നു. ചെന്നാമറ്റം വന്ന സഭയിലിരിക്കുമ്പോൾ ഞങ്ങൾ ചച്ചക്കോട് ഫുൾ ഗോസ്പൽ ഇന്ത്യയിലെ കേരളത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ഓവർസറുമായിട്ട് കേസ് വഴക്കുണ്ടായപ്പോൾ പോലീസ് കേസുണ്ടായി. പോലീസ് കേസിനും റാറ്റി കളിക്ക് ഞാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ആ സഭയുടെ ചാർജ് വിട്ടിട്ട്, സഭ വിട്ടിട്ടില്ല, കേസിനും വഴക്കിനും അന്നും ഇന്നും പോകത്തില്ല. പാസ്റ്ററുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങളൊന്ന് പറയാമോ? ദൈവം അത്ഭുതകരമായി വിടുവിച്ചു, ദൈവം അത്ഭുതകരമായി വഴി നടത്തി,
ഇങ്ങനെ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. എന്നാൽ ഏറ്റവും ഓർക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാമോ? ഓർക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മരിച്ചുപോയ മകളെക്കുറിച്ച് പറയുന്നതാണ്. ഞാൻ മന്ത്രവാദിയായ ആ സ്ത്രീയെ സ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഒരു പ്രഗ്നൻസി ആയിരുന്നു. 2 പെൺമക്കളായിരുന്നു. പിന്നെ ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു, നിനക്കൊരു ഇസഹാക്ക് ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് അതിന് മനസ്സിലായിരുന്നെങ്കിലും അവൾ മതി, 2 മക്കൾ മതി നമുക്ക് എന്ന് പറഞ്ഞ് അവൾ നിർബന്ധം പിടിച്ചു. പക്ഷെങ്കിൽ ഞാൻ ഒരു ആൺകുട്ടിയെ കിട്ടുമല്ലോ എന്നുള്ള താല്പര്യത്തിലും എൻ്റെ അമ്മ പറയും, നിൻ്റെ സഹോദരി സാറുമാർക്കെല്ലാം ആൺമക്കളും പെൺമക്കളും നിനക്ക് മാത്രമേ പെൺമക്കളുള്ളൂടാന്ന് പറഞ്ഞ് എന്നെ പ്രയാസപ്പെടുത്തുമായിരുന്നു. അങ്ങനെ അവൾക്ക് മനസ്സില്ലാതെ എൻ്റെ മനസ്സുകൊണ്ട് അവൾ പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോൾ ആ പ്രഗ്നൻസി ആയ സമയത്ത് അവളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം അവളെ ഒരു പട്ടി വന്ന് അവിടെ സാരി കടിച്ച് പറിക്കുന്നു, രക്തം ചിന്തുന്നു. ആ രക്തം ചിന്തുന്ന മക്കൾ 2 പേരും പറഞ്ഞു, മമ്മി പിമ്പാറ്റക്കാരാ, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ അവരോട് പറഞ്ഞു. പക്ഷെങ്കിൽ അതൊരു സംഭവമായി മാറി. ഇളയ കുട്ടി ജനിച്ചത് പ്രിമിച്ചറായിട്ടാണ്. കറുത്ത കരി പോലെ കറുത്ത ശരീരം, 1.5 ഇഞ്ച് തലയ്ക്ക് വലിപ്പക്കുറവ്, സെൽസ് വീക്ക്, ബ്രെയിൻ വീക്ക്, വാൽവ് വീക്ക്, ഹാർട്ട് വീക്ക്, ഇങ്ങനെയുള്ള വീക്കോട് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ചപ്പോൾ കൊല്ലം ബെൻസിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ മുരളിയുടെ ഭാര്യയൊക്കെയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് അന്ന്. അവരും കൂടുന്ന 56 ഡോക്ടേഴ്സ് പറഞ്ഞ് നിങ്ങൾക്കൊരു തലവേദനയാണ് ഈ കുട്ടിയെന്ന് പറഞ്ഞു. അതിനെ വളരെ ഭീതിപ്പെടുത്തുവാൻ സാധിച്ചു. അനേകരെ സൗഖ്യമാക്കുവാൻ കഴിയായിട്ടുണ്ട്, പ്രാർത്ഥിച്ച് വിടുവിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബവും സൗഖ്യമായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു സംഭവം വന്നല്ലോ, കൃത്യമായ ദശാംശം കൊടുക്കുകയും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് എനിക്കിന് സംഭവിച്ചല്ലോ എന്നുള്ള ഒരു നിരാശ ഭാരമിനെ പരിചയപ്പെട്ട് ഒരു രാത്രി ഞാൻ പ്രാർത്ഥിക്കാതെ കിടന്നു ബെൻസ് ഹോസ്പിറ്റലിൻ്റെ ഒരു മൂലയിൽ. അന്ന് DO ആയിരുന്ന ഡാനിയൽ പറയുന്നത് ഏജിക്കാരനാണ്. അദ്ദേഹം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്കൂൾ മെട്രസ്സാണ്. അദ്ദേഹത്തെ പറഞ്ഞു, പാസ്റ്റർ PK ജോൺസൺ പ്രാർത്ഥിക കിടക്കുന്നു, ചെന്നവനെ ധൈര്യപ്പെടുത്താൻ പറഞ്ഞു. അദ്ദേഹം ആദ്യമേ ചോദിക്കുന്നത്, എന്താ ദൈവത്തോട് വേണമെങ്കിൽ പ്രാർത്ഥിക കിടക്കുന്നു ചോദിച്ചു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയെ കൊണ്ട് 2.5 വയസ്സ് വരെ ആ കുട്ടി ഒരു തവള കിടക്കുന്ന പോലെ സഭായോഗത്ത് കൊണ്ടിട്ടു. ആൾക്കാരെല്ലാവരും നിരാശപ്പെടാൻ തുടങ്ങി, കൂട്ടുപോകത്ത് പരിഹസിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബോർട്ട് ചെയ്യാൻ മേലാഞ്ഞൊന്ന് ചോദിച്ചവരുണ്ട്. വലിയ വലിയ പ്രാസംഗികന്മാരും വലിയ വലിയ വിശുദ്ധരെന്ന് ഞാൻ വിചാരിച്ച ആളുകളും. പക്ഷേ ധൈര്യപ്പെടുത്തി ദൈവം വാക്യം നിന്നു. 34 സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവിടെ ഒലിച്ചു പോയി നീ മുഖത്ത് നോക്കി പറ, നിന്റെ മകൾ എഴുന്നേക്കും, അവൾ നടക്കും, അവൾ സംസാരിക്കും, അവിടെ സെൽസ് നാളും എന്നൊക്കെ ദൈവാത്മാവ് പറഞ്ഞനുസരിച്ച് അത് തന്നെ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയരെ, കൊളത്തൂപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്ന സമയം ഒത്തിരി ആളുകൾ അന്ന് മണ്ണെണ്ണപ്പാട്ട് കൊണ്ടൊരു മൈക്കുണ്ടാക്കി ആ ഗ്രാമം മുഴുവൻ സുവിശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാക്കൾ ഇങ്ങനെ ഊത്തകയറുന്ന പോലെ സഭയ്ക്ക് അത് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു സൺഡേയിൽ ആത്മാക്കൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലന്ന് കിടന്ന് മേലോട്ട് നിൽക്കും, അതേ കമലെടുക്കും. അങ്ങനെ എൻ്റെ പൈതൽ ചാടി എഴുന്നേറ്റു. ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ചാടി അവൾ എഴുന്നേറ്റു, ദൈവത്തെ സ്തുതിപ്പാടെയായി. അവൾ അഭിഷേകം പ്രാപിച്ചു. സ്കൂളിൽ പോയിട്ടില്ല, നന്നായി പാടും, നന്നായി പ്രസംഗിക്കും. ഇവിടെ വൈദികരോ കന്യാസികളൊക്കെ വന്നാൽ അവിടെയെല്ലാം അവരോട് പ്രസംഗിച്ചിട്ട് അവരാരെങ്കിലും സംസാരിക്കുകയോ ചോദിച്ച ഉടനെ മൂക്കെ കൈവച്ച് പറയും മിണ്ടായിരിക്കാൻ. എന്നിട്ട് അവിടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. 23.25 വയസ്സ് വരെ അവൾ അത്ഭുതപരമായി നടത്തി. അവിടെ പ്രാർത്ഥനയാൽ 100 കണക്കിന് ആളുകൾ വിടിയിപ്പെട്ടുണ്ട്. അവൾ പ്രാർത്ഥിച്ചാൽ ഞാൻ പറഞ്ഞ മദാമയുടെ മുട്ട് മടങ്ങുവാനും നടക്കുവാൻ്റെയായിത്തീർന്നത് അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ. മൃഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മൃഗം തുടങ്ങി പ്രാർത്ഥിച്ചത്, ഇങ്ങനെയൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിലുണ്ട്. അത് തന്നെ എഴുതിയാൽ ഒരു 10 ദിവസം എഴുതാറുണ്ട്. ദാനസ്തോത്രം. ഈ പുതുതായിട്ട് സുവിശേഷ വേലയിൽ ഇറങ്ങുന്ന സുവിശേഷ പ്രവർത്തകരോട് അതുപോലെ പുതിയ വിശ്വാസികളോടൊക്കെ പാസ്റ്റർക്ക് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഞാനിപ്പോഴത്തെ പുതിയ സുവിശേഷകന്മാർ ഇപ്പോൾ ഞാൻ പറയുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ പഠിച്ച സുവിശേഷവും ഞങ്ങളെ പഠിപ്പിച്ച സുവിശേഷവും ആത്മഭാരമാണ്. ഒന്നവർ ഒരു സുവിശേഷൻ ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവൻ ആണെങ്കിൽ അവനെ ഒരു സൊസൈറ്റിയിൽ സംഘടനയിലായിരിക്കുമ്പോൾ അവനെ എവിടെ നിയോഗിക്കുന്നോ ആ ദൈവനിയോഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് പോയി ആ നിയോഗം ഏറ്റെടുത്ത് ശുശ്രൂഷിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വരുമാനം അന്വേഷിച്ച് ആൾക്കാർ എത്രയുണ്ടെന്ന് അന്വേഷിച്ച് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാണ് ഇന്നത്തെ സുവിശേഷ വേലക്കാർ പോകുന്നത്. അത് ഞാൻ എൻ്റെ
പ്രസംഗ വിഷയത്തിൽ ഞാനിപ്പോൾ ഓൺലൈനായി പ്രസംഗിക്കുന്നുണ്ട്. അതുപോലെ ഒരു സുവിശേഷ വേലക്കാരൻ ഫുൾ ടൈം മിനിസ്റ്റർ ആണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രം ജോലി വിട്ടോ ജോലി വിടാതെയോ കർത്തുവേലയ്ക്ക് വന്നാൽ അവൻ വിവാഹ ബ്രോക്കറാകുവാനും വണ്ടി ബ്രോക്കറാകാനും എസ്റ്റേറ്റ് ബ്രോക്കറാകാനും അങ്ങനെ പല പല പരിപാടി ഇടപെടാതെ സുവിശേഷത്തിന് വേണ്ടി മാത്രം നിൽക്കണം. ഞാൻ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. അവന് ചെറുപ്പക്കാരൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്, വലിയപ്പ നിർത്ത്, ഇത്രയും പ്രായമായല്ലോ, ഇത്രയും പ്രായമായിട്ട് ഈ പ്രസംഗം നിർത്താറായില്ലേ, ഞങ്ങളൊക്കെ എങ്ങനെയും ജീവിക്കണ്ടേ, നിങ്ങളീ പറഞ്ഞ വിശ്വാസം ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, കർത്താവ് വിളിച്ചത് ബോധ്യമുണ്ടെങ്കിൽ നിനക്ക് അരി വേണേ അരി തരും, തുണി വേണേ തുണി തരും. ഞാൻ ഒരു വസ്ത്രം ഇട്ടിട്ട് വേറെ വസ്ത്രം മാറുവില്ല എനിക്കില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് ഒരു 45ഓളം ഷർട്ടുകളും ഒരു 30ഓളം ഫാൻസുകളും അതിനുവേണ്ട ഡ്രസ്സുകളൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. ആരൊക്കെയോ കൊണ്ട് തന്നതാണ്. പ്രേക്ഷകരോ, അവൻ ദൈവത്തിന് വേണ്ടി ഒരുവൻ ഇറങ്ങിയാൽ മുന്നമേ ദൈവത്തെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, എന്നാൽ അവൻ നിനക്ക് തരാനും മത്തായി 6:33 പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയാൽ അവന് വേണ്ടതെല്ലാം ദൈവം തരുമെന്നാണ് ഞാൻ ബൈബിൾ കോളേജ് ചലഞ്ച് മീറ്റിംഗ് നടന്നതാണ്. ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ മിക്ക ഗേൾസ് ബൈബിൾ കോളേജ് മുതൽ അനേക ബൈബിൾ കോളേജിൽ ഇന്ത്യയിലെ പല ബൈബിൾ കോളേജുകളിൽ മിഷണറിമാർക്ക് വേണ്ടി ചലഞ്ച് മീറ്റിംഗ് നടത്താറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങളെ വിളിച്ച ദൈവമാണ് ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം നിറവേറ്റും. ഒരു കാര്യം ചേർത്ത് പറയാം, എൻ്റെ മകളെ MD പഠിച്ച് പാസ്സായി, ക്ലാസിക്കലായിട്ട് സംഗീതം പഠിച്ചു, ക്ലാസിക്കലായിട്ട് സംഗീതജ്ഞയാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായി. MD പാസ്സായി നല്ലൊരു പ്രാസംഗിയും നല്ലൊരു ഗായികയുമാണെങ്കിലും അവർക്ക് വിവാഹാലോചന വന്നപ്പോൾ 10 ലക്ഷം 8 ലക്ഷമൊക്കെ ആളുകൾ ചോദിച്ച് 10 രൂപ സ്ത്രീധനം ചോദിക്കുന്നവന് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അങ്ങനെ വിവാഹം നടക്കുന്നതിനോട് ചില ആളുകൾ പറഞ്ഞു, മൂക്കിപ്പല്ല് കിളിക്കുകയെന്ന് പറഞ്ഞു. മൂക്കിപ്പല്ലൊന്നും കിളിത്തില്ല. കൃത്യസമയത്ത് പൈസ ഒന്നും ചോദിക്കാതെ സൗജന്യമായി ഒരു സഹോദരൻ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. അവൻ ഡബിൾ MA പ്രേക്ഷകരോ ഇപ്പോൾ LLBക്ക് അവൻ പഠിക്കുകയും പാത്രം കൂടിയാണ്. ദൈവത്തെ വിളിച്ചിറക്കിയ സന്തതിയെ തന്നാൽ സന്തതിയിലെ കാര്യം നടത്താൻ ദൈവശക്തനാണ്. പക്ഷേ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം, മനസ്സാക്ഷിയോട് വിശ്വസ്തനായിരിക്കണം, സമൂഹത്തോട് വിശ്വസ്തനായിരിക്കണം, ഗവൺമെൻറ്റിനോട് വിശ്വസ്തനായിരിക്കണം, ഗവൺമെൻറ് നിയമങ്ങൾ ലംഘിക്കാത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആവശ്യം നിറവേറ്റാൻ സാധിക്കും. വിശ്വാസികളോട് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യം പറയാം. സഭായം മുടക്കരുത്. എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ 1.5 മണിക്കൂർ സഭായത്തിൽ പ്രസംഗിച്ചു. എൻ്റെ അനുജന്മാരും പെങ്ങന്മാരുടെ മക്കൾ അച്ഛന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പോയി കുർബാന ചെയ്ത് വന്നപ്പോൾ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോയി. ആരാധന മുടക്കരുത്, പ്രാർത്ഥനയോഗം മുടക്കരുത്, കൂട്ടാഭിയോഗം മുടക്കരുത്, അടിസ്ഥാന ഉപദേശം ഏഴും മുടക്കാതെ നിൽക്കുന്നെങ്കിൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പരാജയം വരുത്താതെ ദൈവം നടത്തുവാൻ ശക്തനാണ്. അടിസ്ഥാന ഉപദേശം 7 കൂദാശികളായി എപ്പിസ്കോപ്പൽ സഭകളാക്കിയിട്ടുണ്ട്. ഒന്നാമത് മാനസാന്തരം, സ്നാനം, അഭിഷേകം, വേർപാട്, അപ്പം തുറക്കൽ, കൂട്ടായ്മ, അപ്പസ്തോലിക ഉപദേശം. ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ പാലിക്കുന്ന ഒരു ഭക്തനായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങളെ പരിപാലിക്കും. പക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് വന്നിട്ട് രക്ഷിക്കപ്പെട്ടവൻ നാളുവരും വളർന്നുകൊണ്ടിരിക്കണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് പാല് കൊടുത്ത് ഭക്ഷണം കൊണ്ട് വളർത്തിയെടുക്കുന്ന പോലെ ഒരാത്മീയ ഭാവത്തേക്ക് വന്നാൽ നിങ്ങൾ കൂട്ടായ്മയിൽ പോയി വചനം കേട്ട്, വചനം വായിച്ച്, വചനം പഠിച്ച്, വചനം പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച്, വചനം കുറിച്ചെടുത്ത്. ഞാനിപ്പോഴും പറയാറുണ്ട് ബെന്തിക്കോസുകാരോട്, CSIക്കാരനെ കണ്ട് പഠിക്കണം, മർത്തോമക്കാരനെ കണ്ട് പഠിക്കണം. ആ പള്ളിയിൽ പോകുമ്പോൾ അവൻ്റെ കൂടെ ബൈബിളും ഒരു പാട്ടുപുസ്തകവും ഒരു ഡയറിയും കാണും. ബെന്തിക്കോസുകാരാവൊന്നും ഡയറി കൊണ്ട് പോകത്തില്ല, ഭയം കുറിച്ചെടുക്കത്തില്ല. കേൾക്കുന്നതിന് അല്ലറിയ സ്വന്തം പറഞ്ഞു വരും, വിശ്വാസമില്ലാതെ വരിക. അതുകൊണ്ട് വിശ്വാസികൾ വളരെ പരാജിതരാണ്. അവർക്ക് പരാജയത്തിന് ഇവിടെ എന്തേറെ, ഞാനൊരു പ്രാർത്ഥന മിഷൻ കൂടി ആയതുകൊണ്ട് എന്തേറെ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും UK നിന്നും ഒക്കെ എന്തേറെ കേസ് കെട്ടാൻ വരുന്നറിയോ. പ്രാർത്ഥന വിഷയമല്ല, മക്കളുടെ വിഷയമാണ്. മക്കൾ വഴിവിട്ട് പോയി. എന്താ കാരണം? വചനം അനുസരിച്ചാൽ ആ വചനപ്രകാരം ദൈവം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന വിശ്വാസികളോട് എനിക്ക് പറയാം. ഒരിക്കലും സഭായം മുടക്കരുത്, ആരാധന മുടക്കരുത്, സഭയുടെ കൂട്ടായ്മ മുടക്കരുത്. ക്രിസ്തുവിൻ്റെ ഉപകാരങ്ങൾ മറ്റൊന്നിനോട് പറയുവാൻ നിങ്ങൾ മടിക്കരുത്. പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ടാലന്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം ഏറ്റവും കൂടുതൽ ഏത് ശുശ്രൂഷ രംഗങ്ങളിലാണ് പാസ്റ്റർ കൂടുതൽ ശോഭിക്കുന്നത്? എനിക്ക് കിട്ടിയിട്ടുള്ള താലന്തിൽ ഏറ്റവും ആദ്യം കിട്ടിയ താലെന്ന് പറയുന്നത് സുവിശേഷിക്കണം. ഒറ്റയ്ക്ക് സുവിശേഷം. ഏതൊരു വലിയ വ്യക്തിയോടും സുവിശേഷം പറയുന്നത് എനിക്ക് പേടിയില്ല. മന്ത്രിമാരുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, കളക്ടർമാർ എല്ലാവരും വ്യക്തിപരമായിട്ട് സുവിശേഷം പറയുന്ന ഒരു പ്രത്യേക താലന്ത് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ആഴ്ചയിൽ 10 പേരോടെങ്കിലും സുവിശേഷം പറയാത്ത ആഴ്ചകളില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ 1.5 മണിക്കൂർ സുവിശേഷം ഒറ്റയ്ക്ക് പോയി പ്രസംഗിച്ചു. ഒറ്റയ്ക്ക് 82 വയസ്സായി, ഇത്രയും രോഗമുണ്ട്. 1.5 മണിക്കൂർ ഞാൻ തന്നെ പോയി പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു സാധനമുണ്ട്.
പിന്നെ താലെന്ന് പറഞ്ഞാൽ കൃപാവരം എനിക്കുണ്ടായിരുന്നു, വെളിപ്പാടും കൃപാവരം ഉണ്ടായിരുന്നു, പ്രവചനാത്മാവുണ്ടായിരുന്നു, ആളുകൾ വിവേചിച്ച് പ്രവചിക്കുന്ന ഒരു ആത്മാവുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും നിർത്തിയോ? ഇപ്പോഴത്തെ പ്രവചനമെല്ലാം അമേരിക്കയിൽ പോകും, പ്ലെയിനിൽ കയറുന്ന കാണുന്നു, പുതിയ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യരുടെ കേൾക്കും, സംഭവിക്കാൻ വരുമ്പോൾ അത് വിശ്വാസം നഷ്ടപ്പെടുക. പ്രവചനത്തിന് 3 കഥകളുണ്ട്. ഒന്ന്, കഴിഞ്ഞ കാലം നീ ആരായിരുന്നു, ഇപ്പോൾ നീ ആരായിരിക്കുന്നു, ഇനി നീ ആരാകും. ഈ 3 കാര്യങ്ങളും ബോധ്യമാക്കുകയും പാപബോധം ഉണ്ടാകുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. മനുഷ്യന് പാപബോധം ഉണ്ടാകണം, അതാ പുസ്തകം പഠിപ്പിക്കുന്നത്. പാപിയായ ഒരു മനുഷ്യൻ ആത്മാവുള്ളത്ത് വന്നു കഴിഞ്ഞാൽ അവന് ആത്മബോധം ഉണ്ടാകും, പാപബോധം ഉണ്ടാകും. അങ്ങനെ പ്രവചനങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് വിശ്വാസം കുറഞ്ഞു പോവുകയാണ്. എനിക്ക് വിശ്വാസത്തിൽ പരമാണ്, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പല കാര്യം പ്രാർത്ഥിക്കുന്നു. ഇപ്പം നിങ്ങളോട് ഈ റെക്കോർഡ് ചെയ്യേണ്ടിയൊക്കെ പറയാം, 2000 പുസ്തകം ഞാൻ ഇവിടെ അടിച്ചിറക്കി വെച്ചിട്ടുണ്ട്. 1000, 2000 ഒന്ന് ഞാൻ കണ്ട ഇസ്രായേലും ഞാൻ മറ്റു പക്ഷിയും. അതിൽ ഞാൻ ഇതുവരെ എഴുതിക്കൊണ്ട പുസ്തകം ഒരു യാക്കോബക്കാരൻ്റെ ഒരു പ്രസ് 30 വർഷം മുമ്പ് ഞാൻ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് പൈസ എന്തായാലും ഇല്ലെങ്കിലും അദ്ദേഹം അച്ചടിച്ച് തരും, ഉണ്ടാകുമ്പോൾ കൊടുത്താൽ മതി. അവിടെ ഈ പ്രാവശ്യം പുസ്തകം പലരും ചോദിക്കാൻ തുടങ്ങി. ഞാൻ കണ്ട ഇസ്രായേൽ പുസ്തകം ചോദിക്കാൻ തുടങ്ങി, മറ്റു ചില പുസ്തകം ചോദിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ കുറേ ഇരിപ്പുണ്ട്, പക്ഷെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ കൊടുക്കാനായിട്ട് ആ തോൽപ്പ് ഇല്ലാതെ വന്നപ്പം ഞാൻ ഒന്ന് കളിച്ചു. എൻ്റെ അനിയൻ അച്ഛൻ ജോയി അച്ഛൻ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞാൻ കണ്ട ഇസ്രായേലിലേക്ക് എന്നല്ല പുസ്തകമാണ്, അവിടെ അകത്ത് ഫോട്ടോസ് തന്നെ കണ്ടാൽ വിശ്വാസം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ കടമെടുത്ത പുസ്തകം അടിക്കുകയില്ല. പുസ്തകം അടിക്കണമെങ്കിൽ അതിനുള്ള പണം എൻ്റെ കയ്യിൽ തരണം, അല്ലെങ്കിൽ പുസ്തകം അടിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ മാസമല്ല, 2 ദിവസമല്ല, ദിവസങ്ങൾ. ഞാൻ ഒരു 5-6 മണിക്കൂറെങ്കിലും ശരാശരി ദിവസം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് വിവാഹം നടത്തി പ്രാർത്ഥിച്ച് 3 മക്കളെ വാങ്ങിച്ചു കൊടുത്ത ഒരു ഹൈന്ദവ സ്ത്രീ എന്ന് പറഞ്ഞാൽ തമിഴത്തെ സ്ത്രീ, അവിടെ ഭർത്താവും കൂടെ എനിക്ക് പുസ്തകം അടിക്കുവാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ 1,63,000 രൂപ അയച്ചു തന്നു. ഞാൻ ആ പുസ്തകം അച്ചടിച്ച് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കർത്താവ് അനുവദിച്ചാൽ കേരള സ്റ്റേറ്റ് കൺവെൻഷൻ 2026 19 മുതൽ 25 വരെ നടക്കുകയാണ്. അന്ന് പ്രകാശനം ചെയ്യും. അതിൽ ആ പുസ്തകത്തിൽ വായിച്ച ധാരാളം ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇസ്രായേലിൻ്റെ പുസ്തകം ഇവിടെ ഒരു കത്തോലിക്ക വാങ്ങിച്ചിട്ട് 500 രൂപ തന്നു. അവർ 2 പ്രാവശ്യം ഭാര്യയും കൂടെ 2 പ്രാവശ്യം ജെറുസലേം കാണാൻ പോയി. അത്ര പ്രയോജനമായി സാധിക്കും. അപ്പോൾ പ്രാർത്ഥന വിഷയം ദൈവസേനയിൽ വെക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വിഷയങ്ങൾ ഇറങ്ങി വന്ന് ദൈവം നടത്തി തരും. ഇറങ്ങി വന്ന് ഒരനുഭവങ്ങൾ പറയാം, ഒത്തിരി ഉണ്ട് അനുഭവങ്ങൾ. കഴിഞ്ഞിടെ കണ്ടിയാദിന് 650 രൂപ കൊടുക്കണം. ഈ കണ്ടിയാദ് കൊടുക്കണം, പത്രബില്ല് കൊടുക്കണം, TV ചാർജ് കൊടുക്കണം, പാലിന് ഒരു 1500 1600 രൂപയാകും. പല 10 ഇതെല്ലാം പൈസ ഉണ്ട്, ഇതെല്ലാം വരുമാനമൊന്നുമില്ല, ശമ്പളം ആരും തരുന്നില്ല. എന്നാൽ ഞാൻ നാളെ എനിക്ക് കണ്ടിയാർ അടയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ ബില്ല് എടുത്തുകൊണ്ട് പോകും, ഫീസ് എടുത്തുകൊണ്ട് പോകും. ഞാൻ അന്ന് രാവിലെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അറിയത്തില്ല, 4 സഹോദരന്മാർ ഒരു കാറയുടെ വന്നു. എൻ്റെ സഹപ്രവർത്തക ഹോസ്പിറ്റൽ മ്യൂസിയം ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുണ്ട്, ആ സംഘടന രക്ഷാധികാരിയാണ്. അവർ 4 പേരും കൂടെ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് ഒരാളെ കവർ വന്നു. 1000 രൂപ ഉണ്ടായിരുന്നു. 630 രൂപ ഞാൻ കൊണ്ട് ബില്ല് അടച്ചു. 100 രൂപ ദശാംശം മാറ്റിയിട്ടു. അങ്ങനെ അനുദിനം ഏരിയാവിനെ നടത്തുന്ന പോലെ ഈ 57 സംവത്സരവും എൻ്റെ കുടുംബത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാളെയും നടത്തുവാൻ ശക്തനാണ്. ഓക്കെ പാസ്റ്റർ, ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? പൊതുജനത്തോട് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയ കളി കണ്ടമാനം വന്നിട്ടുള്ളതുകൊണ്ട് പല ആളുകളും സുവിശേഷം പറയുമ്പോൾ അവർക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ മേലാത്ത അവസ്ഥ വരും. അപ്പം ഞാൻ അവരോട് പറയുന്നൊരു വാക്ക്, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ 6 മാസം താമസിക്കുക, എന്നിട്ട് എന്നെ നിങ്ങൾ പഠിക്കുക എന്നല്ലാതെ എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം പല ആളുകളും പള്ളിയിൽ സ്വത്രവാച്ച് കൊടുക്കാതിരിക്കേണ്ട വേണ്ടിയും
പരസ്പരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ പെന്തിക്കോസ് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ വഴക്കുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ കർത്താവിനെ കണ്ടിറങ്ങിയിട്ടുള്ള ആളുകൾ ഒരിക്കലും വഴക്കുണ്ടാക്കാനും ശണ്ട കൂടാനും ഒന്നും പോകത്തില്ല. അവർ സമാധാനപ്രിയരായിരിക്കും. മറ്റുള്ളവരുടെ സമാധാനം പറയണമെങ്കിൽ അവർക്കു തന്നെ സമാധാനം ഉണ്ടായിരിക്കണം. ആ സമാധാനം മറ്റുള്ളവരുടെ സുവിശേഷീകരിക്കണമെങ്കിൽ അവന് സമാധാനം ഉണ്ടായിരിക്കണം. എനിക്ക് അനുഭവമില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ അത് ദൈവത്തെയും മനുഷ്യനെ വഞ്ചിക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് പുതുതായിട്ട് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഒരു സഭയെ നോക്കരുത്, IPC നോക്കരുത്, അച്ചോക്കൂടെ നോക്കരുത്, അസംബ്ലിയോടെ നോക്കരുത്, ഷാരോനെ നോക്കരുത്. യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് വ്യക്തമായി പറയുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പോകുന്ന എൻ്റെ അമ്മയൊക്കെ കൊണ്ട് പള്ളി എന്ന് പറയുന്നത് 1500 ഇടവക്കാരുടെ പള്ളിയാണ്, നരിവേലി പള്ളി എന്ന് പറയും. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന അദ്ദേഹത്തെ വിസ്തരിച്ച പോലെ 69 വിസ്തരിച്ച് അവിടുത്തെ വികാരിയച്ഛനും അസത്യ വികാരിയെ ശപിച്ച് സെബസ്ത്യാനോസ് മുന്നിൽ ശക്തി ഉണ്ട്, അദ്ദേഹം മടക്കി ഇവരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ശപിച്ചു വിട്ട 24 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ട മകളുടെ വിവാഹം ആ പാരിഷാളിൽ 6 വൈദികരും 69 പാസ്റ്റേഴ്സിനെ കൂട്ടി വിവാഹം നടത്തുവാനായിരുന്നു. ആ പള്ളിയുടെ വാതിക്കൽ എൻ്റെ അനിയന്മാർ ഇപ്പോഴേ കാറുണ്ട്. അനിയന്മാർ വരുമ്പോൾ അവരെ പള്ളി ഞാൻ കൊണ്ടുവിടും. അവർ കുർബാന കഴിയുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുവരും. ഞാൻ സഹോദര ബന്ധത്തിലും സഹോദര ബന്ധത്തിലും വിശ്വാസം അങ്ങോട്ട് വരത്തില്ല. അവരെ സ്നേഹിക്കും, അവരോട് സുവിശേഷം പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ 7 ഡോക്ടേഴ്സുള്ള ഒരു ഹോസ്പിറ്റൽ ഡയറക്ടർ, പേര് പറയുന്നില്ല, അദ്ദേഹത്തെ സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ ഞാൻ ട്രാക്റ്റ് വെക്കാനായിട്ട് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം അച്ഛന്മാർ 3-4 പേര് കൂടി നിന്നപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഈ മനുഷ്യനെ തിരിച്ച് കത്തോലിക്ക് കൊണ്ടുവരാൻ പറ്റിയത് പാപ്പിശാല് എന്ന് ഞാൻ ഒറ്റയാട്ട പള്ളിയുടെ പരീക്ഷാൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ പോപ്പ് മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെയാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഞാൻ ഇപ്പോഴും സുവിശേഷം അറിയിക്കാറുണ്ട്. ഈ കഴിഞ്ഞ നവംബർ മാസം 12-ാം തീയതി ഞാൻ 82-ാമത്തെ വയസ്സിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ 50 പേർക്ക് ആഹാരം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവരോട് 2 മണിക്കൂർ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും എൻ്റെ 2 സ്നേഹിതന്മാരെ കൂടി സുവിശേഷം അറിയിപ്പടയായി. അങ്ങനെ സുവിശേഷം അറിയിക്കുമ്പോൾ ആ സുവിശേഷത്താൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പോഴത്തെ പോപ്പിനോട് വലിയ ബഹുമാനമാണ്. എന്നാൽ ഇപ്പോഴത്തെ പോപ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാതാവ്, ഞാനെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, വർഷങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, മാതാവിനോട് പ്രാർത്ഥിക്കരുത്, മാതാവ് ഭക്തിയെ, മാതാവ് അമലോപ്യമല്ല, മാതാവിന് ശക്തിയൊന്നുമില്ല, മാതാവ് ബന്ധുക്കോസുകാരിയാണെന്നൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ, നിങ്ങൾ മാത്രം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. സത്യനിഷ്ഠയായിരിക്കണം, സത്യം അറിയാൻ ആഗ്രഹിക്കണം, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കണം. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തൻ്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനമെന്നാണ്. ഞാൻ ഇവിടുത്തെ എല്ലാ കത്തോലിക്ക വീടുകളും പ്രസംഗിക്കും. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മൈക്ക് തരും. പെന്തിക്കോസുകാരെ ചെയ്ത് 2 മിനിറ്റോ 3 മിനിറ്റോ കാണുമ്പോൾ പ്രസംഗിക്കാൻ, ഇവിടെ 1 മണിക്കൂറോ 1 മണിക്കൂർ പ്രസംഗിക്കാം. ശരിക്ക് രക്ഷ, സുവിശേഷം, നിത്യത അല്ലെങ്കിൽ സംസാരിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ നിത്യതയെക്കുറിച്ച് പറയാൻ സാധിക്കണം. നിത്യതയാണ് ഏറ്റവും വലുത്. ലോകത്ത് എന്തെല്ലാം സമ്പാദിച്ചാലും, എന്തെല്ലാം ഉണ്ടെങ്കിലും, ഇരിക്കുന്നുണ്ടെങ്കിലും, എന്തെല്ലാം സൗകര്യം ഉണ്ടെങ്കിലും നിത്യജീവനാണ് ഏറ്റവും വലുതെന്ന് ജനം മനസ്സിലാക്കണം, ജനത്തെ മനസ്സിലാക്കി കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ജനം അറിയേണ്ട ആവശ്യകത എന്താണ്? നമ്മൾ റോഡുകളിലും കവലകളിലും വഴിവെക്കിലും ഒക്കെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യേശുവിനെ ലോകം അറിയേണ്ട ആവശ്യകത എന്താണ്? ലോകത്തുള്ള മനുഷ്യരെല്ലാവരും വാസ്തവത്തിൽ പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള, ദർശനമുള്ള, ആ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ, അവരെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഈ കവലകളെ പ്രസംഗിക്കുന്നതും കൺവെൻഷനിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതും. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ചെടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ 82-ാം ജന്മദിനത്തിൽ 30 പേര് സമർപ്പിക്കപ്പെട്ടു സാറേ. 30 പേര്. ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അനുഭവസാക്ഷ്യവും നന്നായി പറഞ്ഞ ആളാണ്. അവിടെ അനുഭവസാക്ഷ്യവും എൻ്റെ ശിശുവിൻ്റെ ജപം 30 ആളുകൾ ആ സ്ഥാപനത്തിൽ സമർപ്പിക്കപ്പെട്ടു. രക്ഷിതാവിനെ സ്വീകരിച്ചു. 6 പേര് പ്രാർത്ഥനയ്ക്കായി മുൻപോട്ട് വന്നു. വ്യക്തിപരമായിട്ട് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. യേശു എന്തിന് ലോകത്തിൽ വന്നെന്നും, യേശു ലോകത്തിൽ എന്ത് ചെയ്തെന്നും, യേശുവിനെ സമീപിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്നും, യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നതെന്നും, ആ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ എങ്ങനെ പോകണമെന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതായ ഒരു പരാജയം, ഒരു കുറ്റം പെന്തക്കോസ്ത് സമൂഹത്തിലെ സകല നേതാക്കന്മാർക്കുണ്ടെന്ന് ഞാൻ പറയുന്നതിൽ എനിക്കൊട്ടും പ്രയാസമില്ല. ഇനി ഞാൻ ഹോസ്പിറ്റൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുണ്ട്.
അതിൻ്റെ രക്ഷാധികാരിയാണ് ഞാൻ ഇവിടെ 18 യൂണിറ്റുണ്ട്. അത് ഞങ്ങളുടെ ക്യാൻസർ രോഗികൾക്ക് മറ്റു രോഗികൾക്കൊക്കെ തുണി കൊടുക്കുക, പണം കൊടുക്കുക, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സംഘടനയാണ്. അത് ഞാൻ ദൈവനം പഠിപ്പിച്ച് വലുതാക്കിയെടുത്താണ് അതിൻ്റെ കൺവീനറായിരിക്കുന്നത്. അദ്ദേഹം ഒരു സുവിശേഷ യോഗം മുറ്റത്ത് കണ്ടു 8,000 രൂപ ചിലവുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച 6 മണി മുതൽ 9 മണി വരെ ഒരു സൂപ്പറായ സുവിശേഷീകരണം ജേക്കബ് ജോൺ പറയുന്ന സഹോദരൻ. അതുപോലെ സുവിശേഷം അടുത്ത കാലത്തെങ്ങും ഞാൻ കേട്ടിട്ടില്ല. ശരിയായൊരു മനുഷ്യനെ, രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ നിർമ്മലമായ സുവിശേഷം വ്യക്തിപരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. എന്നോട് അവരെ ഇടപെട്ടപ്പോൾ ആ സുവിശേഷന്മാരുടെ സുവിശേഷാത്മാവുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ സുവിശേഷം അംഗീകരിപ്പാടെയായത്. അങ്ങനെ ഒരു ഹൃദയവേദനയോടും ആത്മഭാരത്തോടും ക്രിസ്തുവിൻ്റെ മനസ്സോടും കൂടെ ആയിട്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യാത്ത ഒരു ശുശ്രൂഷകളും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംഘടന അംഗീകരിച്ചേക്കും, ആൾക്കാർ അംഗീകരിച്ചേക്കും, കയ്യിൽ കിട്ടിയേക്കും, പക്ഷേ നിത്യത എന്തുവാൻ സാധിക്കില്ല. ഓക്കെ പാസ്റ്ററെ, എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ് വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. ദൈവം പാസ്റ്ററെ ധാരാളം. എനിക്കൊരു പാട്ടൂടെ പാടുന്ന ആഗ്രഹമുണ്ട്. പഠിക്കും. ആ പാട്ടെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചൈതന്യം കിട്ടിയൊരു പാട്ടാണ്. കാരണം ഞാൻ ചിലപ്പോൾ പറയുന്നത് വിശ്വാസ ജീവിതമാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എൻ്റെ മരിച്ചുപോയ മകൾ അവൾ നന്നായി പാടുമായിരുന്നു. അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അഭിഷേകം പ്രാപിച്ച് മിക്കുകയായിരുന്നു. അവൾ സഭായത്തിനൊക്കെ ഒരു പാട്ട് പാടിയ, മാസയോഗത്തിനൊക്കെ പാട്ട് പാടിയ ഇരിക്കുന്ന ജനം മുഴുവൻ ആത്മാവിലാകുക. അവൾക്കൊരു പാട്ടുണ്ട്. അവൾ എന്നെ പാടി, ഞാൻ എന്തിനു ഭാരപ്പെട്ടോ മുഖം പാടിയിരിക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ചോദിച്ചു, പപ്പേനാ മനസ്സിൻ്റെ സന്തോഷത്തിലായിരിക്കുന്നത്, ഞാൻ പാടണോ, ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നമ്മളൊന്ന് പാട്ട് പാടാം. അവളൊരു പാട്ട് പാടും. ഒരിക്കലും അവൾ പാട്ട് പാടിയപ്പോൾ വാസ്തവം പറഞ്ഞാൽ അന്ന് വളരെ സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്ന സമയമാണ്. അവൾ ഒരു പാട്ട് പാടി. ആ പാട്ട് പാടിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20,000 രൂപ എനിക്ക് കിട്ടി. 20,000 രൂപ കിട്ടി കഴിഞ്ഞപ്പോൾ അവൾ ആ കുഞ്ഞ് പാട്ട് പാടിയില്ല, ആ പാട്ടിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോഴും ആ പാട്ടുകൾ പാടാറുണ്ട്, യോഗങ്ങളിൽ പാടാറുണ്ട്. ആ പാട്ട് ഞാൻ വയസ്സായിട്ട് പാടാറുണ്ട്. ആ പാട്ട് ഞാനിപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അതിന് വേണ്ടി പാടുകയാണ് എല്ലാവർക്കും വേണ്ടി. നിങ്ങൾക്കും എന്നോട് ചേർന്ന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പാട്ടുകാരൊന്നുമല്ല. എൻ്റെ ഭാര്യ നന്നായി പാടുന്നൊരു സൗകര്യം. CSI ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച് BSI പഠിച്ച് കത്തോലിക്ക കന്യാസ്ത്രീ നടത്തുന്ന സ്കൂളിൽ ചീഫ് അക്കൗണ്ടൻ്റായി മൗണ്ട് കാർമൽ എന്ന് പറയുന്ന കഞ്ഞിക്കുഴി സ്കൂളിലെ ജോലിക്കാരിയായി. അവളെ ഒരിക്കലും പെന്തിക്കോസ് വരികയില്ല, മാല പറിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാ പള്ളി തമ്പുരാൻ നേരിട്ട് എന്നെ പിടിച്ചിറക്കിയ പോലെ പിടിച്ചിറക്കി വിശ്വാസാനം സ്വീകരിച്ച് ബൈക്കോളേജിൽ പഠിച്ച് എൻ്റെ കൂടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ പല സ്ഥലങ്ങളിൽ പല സ്റ്റേറ്റുകളിൽ പരിശോധനകളിലൊക്കെ ഞാനും അവളും കൂടെ 50 പരിശോധന നടത്തിയ മാസങ്ങളുണ്ട്. ദൈവസ്തോത്രം. അങ്ങനെ അവളും നന്നായി പാടുന്ന ആളാണ്. മക്കൾ 2 പേരും നന്നായ പാട്ടുകാരാണ്. പക്ഷേ എൻ്റെ പാട്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന വരികയില്ല. ആ പാട്ട് ഞാൻ പാടാം. അനുഭവത്തോടെ ഞാനൊരു പാട്ടാണ്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ, എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ, എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും ധരയിൽ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രാഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ, അബ്രാഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ, ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ, ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ,
കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെയൊരു നല്ല അവസരം ഉണ്ടാക്കി തരുവാൻ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരനും കൂട്ടുപോകത്തിനുമായ മത്തായി കുഞ്ഞു പാസ്റ്ററാണ് ഇതിന് മുഖാന്തരം ഒരുക്കുന്നത്. എനിക്കറിയാം. എൻ്റെ പ്രസംഗം കേൾക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ഞങ്ങളെ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ദൈവദാസൻ അദ്ദേഹമാണ് ഇതിന് മുഖാന്തരം ഒരുക്കിയത്. റെക്കോർഡ് ചെയ്യാനായിട്ട് വന്ന ദൈവദാസനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും. അതെ, ഞാൻ യാത്ര ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, കാറ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ബനാറസ് എന്ന് പറയുന്ന സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. ബനാറസിൽ പ്രവർത്തിക്കുന്ന ദൈവദാസം വന്ന് എൻ്റെ ഭവനത്തിൽ വരുവാൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ ആളുകൾ, ഗൾഫിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിൽ നിന്നൊക്കെ ആളുകൾ ധാരാളം വന്നിട്ടുണ്ടെങ്കിലും ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇങ്ങനെ ഒരു സമയം എടുത്ത് കടന്നു വന്ന ദൈവദാസന് പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി അറിയാം. എൻ്റെ ഭാര്യയുടെ പേര് കുഞ്ഞിഞ്ഞമ്മ ജോൺസൺ എന്നാണ്. മൂത്ത മകളുടെ പേര് അക്ഷ അനി ജോർജ് എന്നാണ്. അവളുടെ മകൻ്റെ പേര് ജോവൽ എന്നാണ്. അനി ജോർജ് എന്നാണ് അവൻ്റെ പേര്. രണ്ടാമത്തെ മോടെ പേര് കെസ്യ എന്നാണ്. അവൾ നേഴ്സായി സേവനം ചെയ്യുന്നു. നിങ്ങൾ ചെയ്ത സേവനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. കേൾവിക്കാർക്കെല്ലാം ഇതൊരു സ്പർശനമായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.